ഹായ് ചിൽഡ്രൻ, എന്നെ കാണാൻ പറ്റുന്നുണ്ട്, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചാറ്റ് ചെയ്താൽ മതി. കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് പറയുക, കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് പറയുക. ഓക്കെ, ചാറ്റിലൂടെ ഞാൻ അറിയട്ടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഞാൻ സൈലത്തിന്റെ 50 ദിവസ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിലേക്ക്, JEE മെയിൻ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്റർ വളരെ ബുദ്ധിമുട്ടായ ഒരു ചാപ്റ്റർ അല്ല, ആറ്റം പോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പല കോൺസെപ്റ്റും നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അധിക സമയം തിയറി പറഞ്ഞ് സമയം കളയുന്നില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഈ ചാപ്റ്ററിലെ കുറച്ച് അഡ്വാൻസിന്റെ പ്രോബ്ലം കൂടെ ഞാൻ ചെയ്തു തരും. JEE മെയിൻ മാത്രമല്ല, അഡ്വാൻസിന്റെ പ്രോബ്ലത്തിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ഐഡിയയിൽ കുറച്ച് അഡ്വാൻസിന്റെ പ്രോബ്ലം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി, എന്താണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ട് സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ കുറവുള്ള ഒരു സാമ്പിളും നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൂടുതലുള്ള ഒരു സാമ്പിളും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡിസിൻറ്റിഗ്രേഷൻ, നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റിഗ്രേറ്റിംഗ് പെർ സെക്കൻഡ് വലിയ സാമ്പിളിലായിരിക്കും കൂടുതൽ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് കൺട്രി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു ചെറിയ കൺട്രി, പോപ്പുലേഷൻ കുറവുള്ള ഒരു കൺട്രിയും പോപ്പുലേഷൻ വളരെ അധികമുള്ള ഒരു കൺട്രിയും. അപ്പൊ റേറ്റ് ഓഫ് ഡെത്ത്, നമ്പർ ഓഫ് പീപ്പിൾ ഡൈയിങ് പെർ ഇയർ അല്ലെങ്കിൽ ഡൈയിങ് പെർ ഡേ അല്ലെങ്കിൽ ഡൈയിങ് പെർ സെക്കൻഡ് എവിടെയായിരിക്കും കൂടുതൽ? വലിയ കൺട്രിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലുള്ളിടത്ത് ഡെത്ത് റേറ്റും കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൂടുതലാണെങ്കിൽ അവിടുത്തെ ഡിസിൻറ്റിഗ്രേഷൻ റേറ്റും കൂടുതലായിരിക്കും. ഇത് NCERTയിൽ നിന്ന് ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ നോക്കൂ. ഇൻ എനി റേഡിയോ ആക്റ്റീവ് സാമ്പിൾ വിച്ച് undergoes alpha, beta, gamma decay, it is found that number of nuclei undergoing decay per unit time, number of nuclei undergoing decay per unit time, അതിനെയാണ് ഡിസിൻറ്റിഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്, ഈസ് പ്രപ്പോർഷണൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. dn by dt ഈസ് ഈക്വൽ ടു, ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വേണം, ലാംഡ ഞാൻ എഴുതാം, ഈ ഇൻറ്റു n. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. dn by dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഡീകേ അറ്റ് ദ ടൈം t. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഇക്വേഷനിൽ നിങ്ങൾ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. n എന്ന് പറഞ്ഞാൽ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കുകയല്ലേ. കാരണം നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ അൺഡീക്കേഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയൈ കുറഞ്ഞു കുറഞ്ഞു വരും. കൂടുതൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീകേ ആവുന്നതിനനുസരിച്ച് ആ സാമ്പിളിൽ ശേഷിക്കുന്ന ന്യൂക്ലിയസിന്റെ നമ്പർ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ dn by dt, n ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് dn by dt നെഗറ്റീവ് ആയിരിക്കും. dn by dt ലെസ് ദാൻ 0 ആയിരിക്കും. പക്ഷേ ഈ n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ലാംഡ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലാംഡ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. അപ്പൊ ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡ് നെഗറ്റീവ് ആ സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യണം? ഒരു മൈനസ് സൈൻ ഇടണം. ഇപ്പൊ ഓക്കെ ആയി, മനസ്സിലായോ? ഇപ്പൊ dn by dt എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ഓഫ് ദാറ്റ് നെഗറ്റീവ് വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ഡീകേ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു നമ്പർ ഓഫ് ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനിയും ഇതിനെ നിങ്ങൾക്ക് അറിയാം, വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് എഴുതി dn by n ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ t അല്ലെങ്കിൽ dt എന്ന് എഴുതി രണ്ട് സൈഡും പ്രോപ്പർ ലിമിറ്റ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് n-ന്റെ ഫംഗ്ഷൻ കിട്ടും. വാട്ട് വിൽ യു ഗെറ്റ്? You will get n is equal to n0 e to the power minus lambda t എന്ന് കിട്ടും. n is equal to n0, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒറ്റ സ്റ്റെപ്പ് ഡെറിവേഷനേ ഉള്ളൂ. n is equal to n0 e to the power minus lambda t. n എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് എന്ന് പറഞ്ഞാൽ ഡീകേ ആവാതെ ഇപ്പോഴുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ് n എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ അലൈവ്, ഇപ്പൊ ജീവനോടെ ഉള്ളവർ, മരിച്ചു പോയവരുടെ എണ്ണമല്ല n എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ അലൈവ് ഇൻ ദ കൺട്രി, അതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, n0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. എന്ന് പറഞ്ഞാൽ t is equal to 0യിൽ വാട്ട് വാസ് ദ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈനാണ് n0 എന്ന് പറയുന്നത്. ഇത് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് ആണ്. ഇനി ഡീക്കേഡ് വേണമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? നിങ്ങൾക്കറിയാം n0 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്നറിയാം. അതിൽ n ഇപ്പൊ ശേഷിക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഡീക്കേഡ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? എൻ ഡാഷ് എന്ന് ഞാൻ എഴുതാവേ. എൻ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? N0യിൽ നിന്ന് n കുറച്ചാൽ മതി ഇല്ലേ? N0 is the total number of nuclei, n is the number of nuclei left now, therefore n dash is equal to N0 minus n ചെയ്താൽ പോരെ? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? n dash is equal to N0 minus n എന്നുള്ളത് N0 e to the minus lambda t എന്ന് എഴുതാം. അങ്ങനെ n dash is equal to N0 കോമൺ ഔട്ട് ചെയ്തിട്ട് 1 minus e to the minus lambda t എന്ന് എഴുതാം. അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നോക്കൂ കുട്ടികളെ, n is equal to N0 e to the power minus lambda t. അവിടെ n എന്ന് പറയുന്നത് എന്താണ്? n is the number of nuclei left undecayed. ഡീക്കേ ആവാതെ ശേഷിക്കുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഫ്റ്റ് അൺഡീക്കേഡിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. n ഡാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേഡ്, ഡീക്കേ ചെയ്ത നമ്പർ ഓഫ് ന്യൂക്ലിയനെയാണ് n ഡാഷ് എന്ന് പറയുന്നത്. ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. നോക്കൂ, ഈ സാധനം ഉണ്ടല്ലോ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? N0 ആയിരിക്കും. t is equal to 0യിൽ n is equal to N0. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഡിക്രീസിങ് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും ഇത്. പക്ഷേ ഈ n ഡാഷ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം 1 മൈനസ് e ടു പവർ മൈനസ് ലാംഡാ ടി ആണ്. e ടു ദ പവർ മൈനസ് ലാംഡാ ടി ഡിക്രീസിങ് ആണെങ്കിലും 1 മൈനസ് e ടു പവർ മൈനസ് ലാംഡാ ടി എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരും കുട്ടികളെ? ജസ്റ്റ് ലെറ്റ് മീ ഗിവ് യു ദ ഗ്രാഫ്. ഇത് ഒരു ഗ്രാഫ് ഇങ്ങനെ വരും. ഏതിന്റെ ഗ്രാഫ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ? സി, ഒരു ഗ്രാഫ് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. അത് എവിടുന്ന് തുടങ്ങും? N0യിൽ സ്റ്റാർട്ട് ചെയ്ത് അത് 0യിൽ എത്തുന്ന ഇൻഫിനൈറ്റ് ടൈം എടുക്കും. വൺ ഓഫ് ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദാറ്റ്. വേറൊരു ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ് എങ്ങനെ വരും? 0യിൽ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തുന്ന ഒരു ഗ്രാഫ്. രണ്ടും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് NCERTയിൽ നിന്ന് ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, NCERTയിൽ നിന്ന് ആ ഗ്രാഫ് NCERT ഒറ്റ ഗ്രാഫേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആ ഡിക്രീസിങ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിന്റെ ഗ്രാഫാണ്? നോക്കൂ, ഗ്രാഫ് ഫോർ വിച്ച് n is equal to N0 e to the minus lambda t. ഒറ്റ ഗ്രാഫ് NCERTയിൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പിന്നെ അതിന്റെ ഒപ്പം ഇതുകൂടെ വരച്ചു. ഇതെന്താണ്? നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേഡ്. ഈ റെഡ് ഗ്രാഫ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേഡിന്റെയും ഈ ബ്ലൂ ഗ്രാഫ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ലെഫ്റ്റ് അൺഡീക്കേ ആയിട്ട് തുടരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവനോടെ തുടരുന്നവരുടെ, ഇപ്പൊ ജീവനോടെ ഉള്ളവരുടെ ഗ്രാഫാണിത്. ഈ ബ്ലൂ ഗ്രാഫ് മരിച്ചുപോയവരുടെ, ഡെഡ് ആയവരുടെ ഗ്രാഫാണ് ഈ റെഡ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. റെഡ് ഗ്രാഫിന്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? n ഡാഷ് ഈസ് ഈക്വൽ ടു N0 കോമൺ ഔട്ട് ചെയ്യാം 1 മൈനസ് e ടു പവർ മൈനസ് ലാംഡാ ടി ആണ് ആ ഗ്രാഫിന്റെ ഇക്വേഷൻ. അപ്പൊ ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഡെറിവേറ്റീവ് എല്ലായിടത്തും നെഗറ്റീവ് ആണ്. ഹാവ് യു സീൻ? ഡിക്രീസിങ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇതൊരു ഇൻക്രീസിങ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സ്ലോപ്പ്, ഡെറിവേറ്റീവ് ഇസ് നത്തിങ് ബട്ട് സ്ലോപ്പ്. Slope is everywhere positive and finally at infinite time the slope will become 0. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സാർ സൗണ്ട് കൂട്ടാമോ? സൗണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കോളൂ. ഇനി നോക്കൂ കുട്ടികളെ, ഈ ഗ്രാഫ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫംഗ്ഷന്റെ ലോഗിന്റെ ഗ്രാഫ്. നോക്കൂ, ലോഗ് n വേഴ്സസ് ടി ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NCERT തരാത്ത കാര്യമാണ്. ഇവിടെ നോക്കൂ, ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് ഇതാണ്. n is equal to N0 e to the മൈനസ് ലാംഡാ ടിയുടെ ഗ്രാഫ് നമ്മൾ വരച്ചു. എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആണ്. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം? ലോഗരിതമിക് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ രണ്ട് സൈഡ് ഞാൻ ലോഗ് എടുക്കാൻ പോകുക. ഇതെന്താണ് കുട്ടികളെ? ln n is equal to ln N0 plus ln e to the power minus lambda t. ഇതല്ലേ കുട്ടികളെ? നോക്കിക്കോ, ആലോചിച്ച് നോക്കിയോ. ലോഗ് a into b is log a plus b. അങ്ങനെ എഴുതി. ഇനി നോക്കൂ, ln n-നെ ഞാൻ ln n എന്ന് തന്നെ എഴുതുന്നു. നാച്ചുറൽ ലോഗരിതം ഓഫ് n ഈസ് ഈക്വൽ ടു ഇതിനെ ഈ ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻസും ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണല്ലോ. ദേ അൺഡു ഈച്ച് അതർ. ദിസ് ലോഗ് വിൽ ബി അൺഡൺ ബൈ what? എക്സ്പോണൻസ്. എക്സ്പോണൻസും ലോഗ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് therefore what you can write, ഇതിന്റെ നമുക്ക് മൈനസ് ലാംഡാ ടി എന്ന് വന്നു. പിന്നെ ln n0നെ ഞാൻ ln n0 എന്ന് തന്നെ എഴുതുന്നു. ബിക്കോസ് ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. ln n0 is a constant. What is this? This is in the form of y is equal to mx plus c എന്നുള്ള ഫോമിലാണ് കുട്ടികളെ. ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കാം, കാരണം നമുക്ക് സ്പേസ് അത്രമാത്രമില്ല. അതിനെ ഒന്ന് റീസൈസ് ചെയ്തോട്ടെ ഞാൻ. ഓക്കെ, അതിനെ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് വെച്ചേക്കുകയാണ്.
അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്? നിങ്ങൾക്ക് അറിയാലോ, മൈനസ് ലാംഡ ആയിരിക്കും ഇതിന്റെ സ്ലോപ്പ്. ഇവിടെ ശ്രദ്ധിക്കൂ, മൈനസ് ലാംഡയാണ് എമ്മിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്? ടി. സിയുടെ സ്ഥാനത്ത് ആരാണ്? എൽ എൻ എൻ സീറോ വിറ്റ്സ് എ കോൺസ്റ്റന്റ്. വൈയുടെ സ്ഥാനത്ത് എൽ എൻ എൻ. അപ്പൊ വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എൽ എൻ എൻ വേഴ്സസ് ടി ഗ്രാഫ് വരയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ആ ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. നോക്കൂ, എല്ലാവരും നോക്കൂ. ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് ദാറ്റ്. ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ with a negative slope. Graph is a straight line with a negative slope. What is its y-intercept? ln n0 ആണ് അതിന്റെ y-intercept. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ. അപ്പൊ ലാംഡ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ലാംഡ ചോദിച്ചാൽ മൈനസ് ഓഫ് ദ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് ഇറ്റ് സെൽഫ് ഈസ് നെഗറ്റീവ്. ലാംഡ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ലാംഡ ഈസ് പോസിറ്റീവ്. ലാംഡ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ കേസിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് കിട്ടിക്കോളും. ഈ മൈനസ് കണ്ടിട്ട് നിങ്ങൾ ലാംഡ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. ലാംഡ ഈസ് പോസിറ്റീവ്. വൈ ലാംഡ ഈസ് പോസിറ്റീവ്? ബിക്കോസ് സ്ലോപ്പ് ഈസ് ഓൾറെഡി നെഗറ്റീവ്. Therefore this minus sign will make it positive. Did you understand? എല്ലാവർക്കും മനസ്സിലായോ? ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ ആയിരിക്കും. മൈനസ് ലാംഡ ആയിരിക്കും സ്ലോപ്പ്. അല്ലെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ദ സ്ലോപ്പ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാഫ് ഇക്വേഷൻ ആണ് അല്ലേ? ഇനി ഇതിന്റെ ടൈം പീരീഡ് വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം. സി, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് ഈ ഗ്രാഫിൽ നോക്കി എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ലൈഫ് പീരീഡ് എന്നും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ln2 ഡിവൈഡഡ് ബൈ ലാംഡയാണ് ഹാഫ് ലൈഫ് പീരീഡ്. അതിലേക്ക് നമുക്ക് വരാം, ഡോണ്ട് വറി. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ നോക്കി ലാംഡ കണ്ടുപിടിക്കാം, ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാം, മീൻ ലൈഫും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആവറേജ് ലൈഫും കണ്ടുപിടിക്കാം. കാരണം ലാംഡ ഈ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ നെഗറ്റീവ് അല്ലേ കുട്ടികളെ? ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിന്റിഗ്രേഷൻ കോൺസ്റ്റന്റ്. ഡിസിന്റിഗ്രേഷൻ കോൺസ്റ്റന്റ് കിട്ടുമെങ്കിൽ ടി ഹാഫും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റിമെമ്പർ ദ ഫോളോയിങ് റിലേഷൻ. ഏതൊക്കെ റിലേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് അറിയാവോ? നോക്കൂ, എന്തൊക്കെ റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഹാഫ് ലൈഫ് പീരീഡും ലാംഡയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് ഞാൻ പറയാം. തൽക്കാലം ഇങ്ങനെ ഓർക്കുക. ടി ഹാഫ് ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ ലാംഡയാണ്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡ് ബൈ ലാംഡ. ln2ന്റെ വാല്യൂ ഓർത്തിരിക്കണം കേട്ടോ. 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. അതുപോലെ ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ് ടോ ആവറേജ് ലൈഫ് ഓർ മീൻ ലൈഫ് ടൗ ഈസ് ഈക്വൽ ടു ആവറേജ് ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ടൗ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ലാംഡയാണ്. 1 ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പൊ ഈ മൂന്നെണ്ണം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കൂ. ഈ മൂന്നെണ്ണം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. ലാംഡ ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ ടൗ. ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ ലൈൻ അതുപോലെ ഓർത്തിരിക്കുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഈ ലൈൻ ഉണ്ടല്ലോ, ഇതാണ് മൂന്ന് കോൺസ്റ്റന്റുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇതൊരിക്കലും മറന്നു കളയരുത്. ചിലപ്പോൾ നിങ്ങളോട് ടി ഹാഫ് ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ നിങ്ങളോട് ടൗ ആയിരിക്കും ചോദിക്കുക. എന്താണ് ഈ ടി ഹാഫ് എന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, ടി ഹാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നോക്കൂ നിങ്ങൾ. ആഫ്റ്റർ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. വെയിറ്റ്, ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ആഫ്റ്റർ ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ്, അല്ലെങ്കിൽ വെൻ ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ്, അല്ലെങ്കിൽ ആഫ്റ്റർ ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ്, വാട്ട് വിൽ ഹാപ്പൻ ചിൽഡ്രൻ? n becomes n/2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് n/2 n0/2. n/2 അല്ല, n ഈസ് ഈക്വൽ ടു n0/2 എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ടൈം കഴിഞ്ഞാൽ അതിന്റെ പകുതി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ എന്ത് ചെയ്യും? ഡിസിന്റിഗ്രേറ്റ് ചെയ്യും. പകുതി ഡിസിന്റിഗ്രേറ്റ് ചെയ്യാതെ അവശേഷിക്കും. അപ്പൊ 2 ടി ഹാഫ് കഴിയുമ്പോൾ n0/4 ആവും. 3 ടി ഹാഫ് കഴിയുമ്പോൾ n0/8 ആവും. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്തതായിരിക്കും. ആഫ്റ്റർ ടി ഈസ് ഈക്വൽ ടു ടൗ ആകുമ്പോൾ n എത്രയാവും അറിയാവോ? n ഈസ് ഈക്വൽ ടു n0/e ആവും. ഇ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. n0/e ആവും. അല്ലെങ്കിൽ ടൗ ഈസ് ദ ടൈം അറ്റ് വിച്ച് n ബിക്കംസ് n0/e ആകുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആവറേജ് ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഫാക്ട് ദ ആവറേജസ് ഓഫ് ലൈഫ് ഓഫ് ഓൾ ദ മോളിക്യൂൾ. എല്ലാ മോളിക്യൂളിന്റെയും ലൈഫ് എക്സ്പെക്ടൻസി എടുക്കുക. ഒരു കൺട്രി ഈ ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അതിന്റെ വേർഡ് പറയുന്നത് തന്നെ, അതിന്റെ വേർഡ് എന്താണോ മീൻ ചെയ്യുന്നത് അത് തന്നെയാണ് ആവറേജ് ലൈഫ്.
ഫോർ എക്സാമ്പിൾ 10 ജനങ്ങളുടെ ആവറേജ് ലൈഫ് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 10 പേരും എത്ര വർഷം ജീവിച്ചിരുന്നെന്ന് എഴുതി കൂട്ടും, എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയല്ലേ? ഓരോ രാജ്യത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ രാജ്യത്തിന്റെ പൗരന്മാര് എത്ര വർഷം ജീവിച്ചിരുന്നെന്ന് എഴുതി കൂട്ടും. എല്ലാവരുടെയും ലൈഫിന്റെ സ്പാൻ എഴുതി കൂടിയിട്ട് ആ നമ്പർ ഓഫ് അവർ മരിച്ച ആളുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി കിട്ടും. അതുപോലെയാണ് ഓരോ ന്യൂക്ലിയസും എത്ര കാലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ടൈം ഇറ്റ് ഹാസ് പെയ്ഡ് ബിഫോർ ഇറ്റ് ഡിസിൻറ്റിഗ്രേറ്റഡ്. ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര കാലം അത് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് അതൊരു ഇന്റഗ്രേഷൻ പ്രോസസ് ആയിരിക്കും. NCERT-യിൽ അത് തന്നിട്ടുണ്ട്, യു ക്യാൻ റിഫർ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ലൈഫ് കിട്ടും. ആവറേജ് ലൈഫ് ടേൺസ് ഔട്ട് ടു ബി, അല്ലെങ്കിൽ ആവറേജ് ലൈഫ് കഴിയുമ്പോൾ എന്തായിരിക്കും? N = N0/E ആയിരിക്കും. ഇനി റിമെമ്പർ ദ ഫോളോയിങ് അനദർ റിലേഷൻ. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാ റിലേഷൻ എന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടോ? N/N0 = 1/2/n, where n is number of half life period. പഠിച്ചിട്ടുണ്ടല്ലോ? ഇതിന്റെ ഡെറിവേഷൻ ഞാൻ തരാൻ പോവുകയാണ്. അറിയില്ലാത്തവർ ഇവിടെ നോക്കുക. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ അങ്ങ് തരാൻ പോകുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ ഇത്. ഇപ്പൊ നമ്മൾ ചെയ്തല്ലേ ഉള്ളൂ. N = N0e⁻ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. വേറൊരു കാര്യം കൂടെ നിങ്ങൾക്കറിയാം. ലാംഡ എന്ന് പറഞ്ഞാൽ ln 2/t ആണ്. t മീൻസ് t ഹാഫ്. t is nothing but t half here. ഞാൻ t half എഴുതുന്നില്ല, ജസ്റ്റ് t എന്ന് എഴുതുന്നു. ഈ ലാംഡയ്ക്ക് അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N/N0 ഇങ്ങോട്ട് എടുത്തു കേട്ടോ. N/N0 = ലാംഡയ്ക്ക് ഞാൻ എന്താ എഴുതിയേ? ln 2/t ഇൻറ്റു പിന്നെ ഒരു t. കണ്ടോ? ഇത് ലാംഡയ്ക്ക് പകരം എഴുതിയാ. നോക്കൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, ലാംഡേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രം. ln 2/t ഇൻറ്റു t. ഇനിയും ഞാൻ t/t-നെ ലെറ്റ് മീ കോൾ t/t = n എന്ന് ഞാൻ വിളിക്കാം. ലെറ്റ് മീ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. t/t = n എന്ന് വിളിക്കുകയാണ്. എന്തുവാണ് ആക്ച്വലി ഇത്? t എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം. t എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ t എന്ന് പറയുന്നത്, അല്ലെങ്കിൽ t ഹാഫ്. അപ്പൊ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന ഇതിന്റെ അർത്ഥം. ടോട്ടൽ ടൈമിനെ ഫോർ എക്സാമ്പിൾ 30 ഇയേഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 10 വർഷമാണ് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 കിട്ടും. എന്ന് പറഞ്ഞാൽ 30 ഇയേഴ്സിൽ 3 ഹാഫ് ലൈഫ് പീരീഡ് ഉണ്ടെന്ന്. അപ്പൊ ടോട്ടൽ ടൈമിനെ t ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഹാഫ് ലൈഫ് പീരീഡുകളാണ്. അപ്പൊ ഈ t/t-നെ ഞാൻ n എന്ന് എഴുതുകയാണ് കേട്ടോ. N/N0 = e⁻n ln 2. നോക്കൂ കുട്ടികളെ, n എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? t/t-നെ ഞാൻ സ്മോൾ ലെറ്റർ t ബൈ ക്യാപിറ്റൽ ലെറ്റർ t-നെ ഞാൻ എന്ത് ചെയ്തു? n എന്ന് എഴുതി. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് ഇൻ എ ഗിവൺ ടൈം ഇന്റർവൽ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈമിൽ എത്ര ഹാഫ് ലൈഫ് പീരീഡ് ഉണ്ടെന്നാണ് ആര് പറയുക? n പറയുക, അല്ലെങ്കിൽ t/t പറയുക. ഇനിയും എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാലോ. ഈ -n2ന്റെ പവറായിട്ട് കൊടുക്കുക. 2⁻n എന്ന് എഴുതാം ഇല്ലേ? N/N0 = e⁻ln 2⁻n എന്ന് എഴുതാം. അത് എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് അറിയാം. സോറി, എക്സ്പോണൻസിന്റെ അല്ല, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഇല്ലേ? ഇനിയും നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. എക്സ്പോണൻസും ലോഗും ഇൻവേഴ്സ് ഫംഗ്ഷൻസുകളാണ്, ഇൻവേഴ്സ് ആണ്. ദേ അൺഡു ഈച്ച് അതർ. അപ്പൊ ഇത് മാത്രമേ ശേഷിക്കുകയുള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പൊ N/N0 എന്ന് പറയുന്നത് എന്താണ്? 2⁻n. ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള പല പ്രോബ്ലത്തിലും പെട്ടെന്ന് ആൻസറിൽ എത്താൻ ഉപകരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. N/N0 = 1/2n. 1/2n. This is very handy relation. Many of the problem we use this formula. Okay, കാരണം ഇത് എക്സ്പോണൻസുമായിട്ട് ഡീൽ ചെയ്യുന്നേ കഴിഞ്ഞും ഈ ഇക്വേഷനിൽ നിന്നാണ് ഇത് വന്നത്. ഇത് ഒരേ ഇക്വേഷൻ ആണ് കുട്ടികളെ. സി, ബോത്ത് ഓഫ് ദീസ് ആർ ദ സെയിം ഇക്വേഷൻ. ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എക്സ്പോണൻസുമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ പേടിക്കും. പക്ഷെ ഇത് എക്സ്പോണൻസ് ആണെങ്കിലും കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. N/N0 = 2⁻n. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, 3 ഹാഫ് ലൈഫ് പീരീഡ് കഴിയുമ്പം എന്താണ് N/N0? ഹൗ മച്ച് ഫ്രാക്ഷൻ ഈസ് ലെഫ്റ്റ്? 3 ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ n-ന് 3 കൊടുക്കുക. അപ്പൊ N/N0 = 1/2⁻3 8 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഉണ്ടായിരുന്നതിന്റെ 1/8 ജീവനോടെ ശേഷിക്കും. എപ്പോ? 3 ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ. 4 ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര പേര് ജീവനോടെ ഉണ്ടാവും? ബർത്ത് നടക്കുന്നില്ല എന്ന് വിചാരിക്കുക, ഡെത്ത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക.
അപ്പൊ n/n0 എന്താണ്? 4 ഹാഫ് ലൈഫ് പീരീഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 1/2 എന്താണ് 2/4? 16 അല്ലേ കുട്ടികളെ? അപ്പൊ 1/16 ശേഷിക്കും 4 ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ. 5, 6, 7 എത്ര വേണേലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് ആണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കണം n എന്ന് പറഞ്ഞാൽ എന്താണ്? n ടോട്ടൽ ടൈമിനെ ടൈം പീരീഡ് കൊണ്ട്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഇൻ ദ സെൻസ് ഹാഫ് ലൈഫ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് n എന്ന് പറയുന്നത്. n ഒരു പൂർണ്ണമായിട്ടുള്ള സംഖ്യ ആവണമെന്ന് നിർബന്ധമില്ല. 2.5 ആവാം, 2.25 ആവാം, എനിത്തിങ്. ദിസ് റിലേഷൻ ഓൾവേസ് ഹോൾഡ്സ്. ഇനി അടുത്ത് നോക്കിയേ, ഡീകേ റേറ്റ് ഓർ ആക്ടിവിറ്റി. ഇത് എന്തുവാ സാധനം നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടായില്ല, പക്ഷെ ഇത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് പരിചയമില്ലെങ്കിലും ഇത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ടോട്ടൽ ഡീകേ റേറ്റ് ഓഫ് എ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റിഗ്രേറ്റിംഗ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡീകേ റേറ്റ് ഓർ ആക്ടിവിറ്റി. ഡീകേ റേറ്റ്, ആക്ടിവിറ്റി, ഇത് രണ്ടും ഒരേ സാധനമാണ് കേട്ടോ. ഡീകേ റേറ്റ് ആർ അല്ലെങ്കിൽ ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞാൽ എന്താ? dn/dt ആണ്. റേറ്റ് ഓഫ് ഡീകേ ആണ്. പക്ഷെ പ്രശ്നമുണ്ട്, dn/dt ഇതെന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. നോക്കൂ, ആർ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡീകേ റേറ്റ് ഈസ് സാമ്പിൾ ഈസ് എ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റിഗ്രേറ്റിംഗ് പെർ സെക്കൻഡ്. ആ നമ്പർ എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കില്ലേ കുട്ടികളെ? 6 പോസിറ്റീവും dn/dt നെഗറ്റീവുമാണ്. കാരണം എന്താ? n ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ, നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാ ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യുക? r = dn/dt എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇതിന്റെ മോഡുലസ് എഴുതാം വേണമെങ്കിൽ. പക്ഷെ ഇത് ഓൾറെഡി ഒരു നെഗറ്റീവ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് യു ക്യാൻ പുട്ട് അനദർ നെഗറ്റീവ് സൈൻ. ദിസ് ഈസ് ഓക്കെ. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ്? dn/dt എന്ന് പറഞ്ഞാൽ -λn ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ ഫിക്സ് ചെയ്താണ് dn/dt = -λn. ഇനി ഈ dn/dt സ്ഥാനത്ത് നിങ്ങൾ -λn കൊടുക്കുകയാണെങ്കിൽ ഈ മൈനസും കൂടെ ക്യാൻസൽ ആവും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? r = λn എന്ന് കിട്ടും. കണ്ടോ? ഇവിടെ ഇതെല്ലാം പോസിറ്റീവ്. λ ഈസ് പോസിറ്റീവ്, n ഈസ് പോസിറ്റീവ്, r ഓൾസോ പോസിറ്റീവ്. പിന്നെ ഇവിടെ വീണ്ടും കൊണ്ട് മൈനസ് സൈൻ ഇടേണ്ട കാര്യമില്ല. മൈനസ് സൈൻ എവിടെയാണ് ഇടേണ്ടത്? dn/dt ഒപ്പമാണ് മൈനസ് സൈൻ ഇടേണ്ടത്. മനസ്സിലായോ? dn/dt = λn. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഡീകേ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. അതാണല്ലോ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റിഗ്രേഷൻ ലോയും പറയുന്നത്. നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റിഗ്രേറ്റിംഗ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. ഇനി നോക്കൂ, n എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാം, യു നോ ഓൾറെഡി. n is equal to n0 e⁻ λt അല്ലേ? എന്ന് പറഞ്ഞ ഈ n എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ലാംഡ ഒരു കോൺസ്റ്റന്റ് ആണ്. n is changing with the time, therefore r also is changing with the time. Therefore what should you write? r is equal to lambda, n ന് എന്ത് എഴുതാം? n0 e⁻ λt. ഇനി ലാംഡ n0യും കോൺസ്റ്റന്റ് അല്ലേ കുട്ടികളെ? ലുക്ക് അറ്റ് ദിസ്. ലാംഡ കോൺസ്റ്റന്റ് ആണ്, n0യും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലാംഡ ഇൻറ്റു n0 എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? t = 0 ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഇത് 1 ആയി. അപ്പൊ t = 0 ഡീകേ റേറ്റ് ആണ് ലാംഡ n0 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാംഡ n0 ഈസ് ഈക്വൽ ടു r when t = 0 എന്നല്ലേ എൻ്റെ അർത്ഥം? ഇതിനെ r0 എന്ന് വിളിച്ചോളൂ. കോൾ ഇറ്റ് r0. അപ്പൊ r = r0 e⁻ λt. r = r0 e⁻ λt. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. n = n0 e⁻ λt എന്ന് പറയുന്ന പോലെ തന്നെ. there is no difference. r = r0 e⁻ λt. ഇതിനെ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. a = a0, r0ക്ക് പകരം a0 e⁻ λt. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഡീകേ റേറ്റ് എന്ന് പറയുന്നത് ഒരേ സാധനമാണ്. ദേ ആർ നോട്ട് ഡിഫറെന്റ്. ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ a എന്ന ലെറ്റർ യൂസ് ചെയ്യും. ഡീകേ റേറ്റ് ആണെങ്കിൽ r എന്ന ലെറ്റർ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും കുട്ടികളെ? ക്യാൻ യു സേ? നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. കുറച്ച് മുമ്പ് നിങ്ങൾ ആ ഗ്രാഫ് കണ്ടതല്ലേ ഉള്ളൂ. ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് r0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. യു നോ ദാറ്റ്. r0 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ലെറ്റ് us ഡു ദാറ്റ്. എന്താണ് ഗ്രാഫ് ഓഫ് r വേഴ്സസ് t? r വേഴ്സസ് ടിയുടെ ഗ്രാഫ് എങ്ങനെയാണ് നോക്കൂ. നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. r0 സ്റ്റാർട്ട് ചെയ്ത് ഡിക്രീസ് ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഡീകേ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. r0 ഈസ് ഇറ്റ്സ് y ഇന്റർസെപ്റ്റ്. കോൾ ഇറ്റ് r0. ദിസ് ഈസ് t. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആണ്. ഇതിന്റെ സ്ലോപ്പ്.
അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ ഗ്രാഫിന്റെ ഇക്വേഷൻ എന്താ? ആർ ഈസ് ഈക്വൽ ടു R0 e⁻ ലാംഡ ടി. ഇനി ഇതിന്റെ ലോഗ് എടുത്തിട്ട് നിങ്ങൾക്ക് വരച്ചുകൂടെ? ഒന്ന് ആലോചിച്ച് നോക്കി. ലോഗ് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. നോക്കൂ, ഗ്രാഫ് ഓഫ് ലോഗ് ആർ വേഴ്സസ് ടി. എന്താണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ? ആർ ഈസ് ഈക്വൽ ടു R0 e⁻ ലാംഡ ടി. ഇത് രണ്ട് സൈഡിൽ ലോഗ് എടുക്കൂ. ln നാച്ചുറൽ ലോഗരിതം ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് R0 ഇല്ലേ? ഇതാണ് ലോഗരിതം എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ. ln r ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് ln R0. ഇത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലല്ലേ കുട്ടികളെ? അപ്പൊ ഇതിന്റെ സ്ലോപ്പും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതേ ഉള്ളൂ. n ഈസ് ഈക്വൽ ടു n0 e⁻ ലാംഡ ടിയുടെ ഗ്രാഫ് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് R0 ആൻഡ് ഇതിന്റെ സ്ലോപ്പ് എന്തിനെ തരും? വാട്ട് ഡസ് ദിസ് സ്ലോപ്പ് ഗിവ് യു? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഗിവ്സ് യു മൈനസ് ലാംഡ അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ദ സ്ലോപ്പ്, അല്ലെങ്കിൽ നമുക്ക് ലാംഡനെ ln നോക്കൂ ln 2/t എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ദ സ്ലോപ്പ്, അല്ലെങ്കിൽ ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലോപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം അറിയാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാംഡ അറിയാമെങ്കിൽ ടി ഹാഫ് കണ്ടുപിടിക്കാം ആൻഡ് അതർ തിങ്സ് ആർ ഓൾ ക്യാൻ ബി ഫൗണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഞാൻ നിങ്ങളുടെ ചാറ്റ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡൗട്ട് ഒന്നും ചോദിക്കാത്തത് കൊണ്ടാണ്. ഗ്രാഫ് ആസ് ln യെസ്, ln അതേ ഗ്രാഫ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആസ് ദാറ്റ്. കാരണം അതിന്റെ സ്ട്രക്ചർ ഒരേ സാധനമല്ലേ കുട്ടികളെ? നോക്കി, n ഈസ് ഈക്വൽ ടു n0 e⁻ ലാംഡ ടി എന്ന് പറയുന്നതും r ഈസ് ഈക്വൽ ടു R0 e⁻ ലാംഡ ടി എന്ന് പറയുന്നതും സ്ട്രക്ചർലി ഒരു മാത്തമെറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻസും ഇല്ല ഇവ തമ്മിൽ. നോ ഡിഫറൻസ് ആസ് ഫാർ ആസ് എ മാത്തമെറ്റീഷ്യൻ ഈസ് കൺസേൺഡ്. ഓക്കെ, therefore their graph must look same, their slope must be same and so on. ഇനി നോക്കിയോ, റിമെമ്പർ ദ ഫോളോയിങ് റിലേഷൻ. ഏത് റിലേഷനാണ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് R/R0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 to r n ആയിരിക്കും. അവിടെ ചെയ്ത പോലെ തന്നെ. അല്ലെങ്കിൽ A/A0. A എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റി. A0 എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി at t is equal to 0. 1/2 to r n. Like just like what? n/n0 is equal to 1/2 to r n. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. n-നെ പോലെ തന്നെ r-നെ ട്രീറ്റ് ചെയ്യുക. r എന്ന് പറഞ്ഞാൽ ഡീക്കേ റേറ്റ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ലെഫ്റ്റ് അൺഡീക്കേഡ്. രണ്ടും മാത്തമെറ്റിക്കലി ഒരേ ഫംഗ്ഷനുകളാണ്. ദർ ഇസ് നോ മച്ച് ഡിഫറൻസ്. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇനി ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ചെറിയൊരു കാര്യം, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾ എമിറ്റഡ്. നിങ്ങളോട് പറയും ദർ ഇസ് എ പേരന്റ് ന്യൂക്ലിയസ്. നോക്കൂ, ദർ ഇസ് എ പേരന്റ് ന്യൂക്ലിയസ് എക്സ് എന്ന് ഞാൻ വിളിക്കാം. എക്സ്, ദർ ഇസ് എ പേരന്റ് ന്യൂക്ലിയസ് എക്സ് ഹൂസ് atomic number is Z and mass number is A. Okay, it has emitted n number of alpha particle, alpha എന്ന് പറഞ്ഞ ഹീലിയം He24. സാധാരണ ചാർജ് ഇവിടെ പ്ലസ് ഇടാറുണ്ട് കേട്ടോ. He24 n നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. അതുപോലെ m നമ്പർ ഓഫ് ബീറ്റ മൈനസ് പാർട്ടിക്കിൾ. ബീറ്റ മൈനസ് എങ്കിൽ ഇലക്ട്രോൺ ആണ്, അത് ബീറ്റ പ്ലസ് ആണ്, പോസിട്രോൺ ആണ്, ശ്രദ്ധിച്ചെഴുതണം. m നമ്പർ ഓഫ് ബീറ്റ മൈനസ് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. മാസ് നമ്പർ 0, ചാർജ് നമ്പർ -1. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പേരന്റ് ന്യൂക്ലിയസ് വേറൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറും. സമദർ ന്യൂക്ലിയസ്, അതിനെ നമ്മൾ ഡോട്ടർ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ആ ഡോട്ടർ ന്യൂക്ലിയസ് y എന്ന് എഴുതാം. അപ്പം അതിന്റെ Z' എന്ന് എഴുതാം. അതിന്റെ മാസ് നമ്പർ A' എന്ന് എഴുതാം. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണമെന്നറിയാവോ? നിങ്ങൾക്ക് ചിലപ്പം ഈ സാധനം തരും, ഇതും തരും. നിങ്ങൾ എമ്മും എന്നും കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ചിലപ്പം എമ്മും എന്നും തരും, നിങ്ങൾ A' Z' കണ്ടുപിടിക്കണം. എയും ഇസഡും തരും കേട്ടോ. ഇതെല്ലാം തരും. ഓൾ ദിസ് വിൽ ബി ഗിവൻ. എനിഹൗ എനി 2 തിങ്സ് ക്യാൻ ബി ഫൗണ്ട്. ഏതെങ്കിലും 2 എണ്ണം കണ്ടുപിടിക്കാം. കാരണം എന്താണ്? നമുക്ക് 2 ഇക്വേഷൻ എഴുതാൻ പറ്റും. ഈ കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ഷനും ബാലൻസ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ബാലൻസ്ഡ്. നോക്കിയാൽ നിങ്ങൾ ഈ A', 4, 0 ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. എത്ര 4 ഉണ്ട് കുട്ടികളെ? ഒരു 4 അല്ല കേട്ടോ, ഇവിടെ ഒരു n ഉണ്ട്. അപ്പൊ 4n. ഇവിടെ ഒരു 0 അല്ല ഉള്ളത്, m ടൈംസ് 0. അത് മൊത്തത്തിൽ 0 ആണ്. അപ്പൊ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്? 2 അൺനോൺ വേണമെങ്കിൽ 2 ഇക്വേഷൻ വേണ്ട കുട്ടികളെ.
രണ്ട് അൺനോൺ നിങ്ങൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ വേണം. ഒരു ഇക്വേഷൻ ഇതാണ്. ഏതാണ് കുട്ടികളെ? എ ഈസ് ഈക്വൽ ടു എ ടോപ്പ് ബാലൻസ് ചെയ്യൂ, എ ഡാഷ് പ്ലസ് എൻ ഇൻറ്റു 4n. ഇതിൽ നിന്ന് നിങ്ങൾക്ക് n കിട്ടും. n എങ്ങനെയാണ് കിട്ടുക? n ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഡാഷ് ബൈ 4 എന്ന് കിട്ടും. അപ്പൊ n കണ്ടുപിടിച്ച് ഒറ്റ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ തന്നെ n കണ്ടുപിടിക്കും. ഇനി നിങ്ങൾക്ക് എം കണ്ടുപിടിക്കണോ? എം കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇതിന്റെ ബോട്ടം നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. ബോട്ടം ഇക്വേറ്റ് ചെയ്യുക. ഞാൻ ആ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. എന്താണ് കുട്ടികളെ? z ഈസ് ഈക്വൽ ടു z ഡാഷ് പ്ലസ് 2n, 2 ടൈംസ് n. എങ്ങനെയാ 2 ടൈംസ് n വന്നത്? ഇത് 2 ആണ് ഇൻറ്റു n. ഇനിയും -1 ടൈംസ് m എന്ന് പറഞ്ഞാൽ മൈനസ് m. ഇനിയും വി ക്യാൻ ഫൈൻഡ് m ഓൾസോ. കാരണം n നമുക്കറിയാം. വി നോ n, വി ക്യാൻ ഫൈൻഡ് m. n നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n കണ്ടുപിടിച്ചത് കൊണ്ട് വെയിറ്റ്, നമുക്ക് m കണ്ടുപിടിക്കാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് m. സോൾവിങ് വി വിൽ ഗെറ്റ് m. സോൾവിങ് വി ക്യാൻ ഗെറ്റ് വാട്ട്? m ഓൾസോ. ഓക്കെ, അപ്പൊ n എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്? m n കണ്ടുപിടിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് m n തരും എന്ന് പറഞ്ഞാൽ ഈ n തരും, എയും തരും, എ ഡാഷ് കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് m n തരും, m n തരും, ക്വസ്റ്റ്യൻ ഉണ്ടാവും, z ഉണ്ടാവും കേട്ടോ, z ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. എനിയാവും രണ്ട് അൺനോൺ ഉണ്ടാവും. ആ രണ്ട് അൺനോൺ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര തിയറി നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. തിയറി ഇത്രയല്ല ഉള്ളത്, ഐ നോ സം ഓഫ് തിയറി ഈസ് ദെയർ. പക്ഷെ ഞാൻ അതിനുവേണ്ടി സമയം കളഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം എല്ലാം അവതാളത്തിലാവും. മാക്സിമം പ്രോബ്ലം ഇൻ മിനിമം ടൈം. നോക്കൂ, ഇത് എവിടുത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി. JEE അഡ്വാൻസ് 2016 ചോദിച്ച അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ. ഈ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട. ഇത് കോൺസ്റ്റബിൾ മൂത്ത് SI ആകുന്ന പോലെയാണ്. പണ്ടത്തെ അഡ്വാൻസിന്റെ പ്രോബ്ലം എല്ലാം ഇപ്പൊ JEEക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസിന്റെ പ്രോബ്ലം ഒന്ന് നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കുറച്ച് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നോക്കിയ കുട്ടികളെ, ഇവിടെ ഞാനൊന്ന് സൂം ചെയ്യാം. നോക്കൂ. An accident in nuclear laboratory resulted in deposition of certain amount of radioactive material of half-life 18 days inside the laboratory. Half-life നോക്കൂ കുട്ടികളെ, half-life 18 ആണെന്ന് പറയുന്നുണ്ട്. Test revealed that radiation was 64 times more than the permissible level. അതും ഇമ്പോർട്ടൻ്റാ. ഇപ്പോഴത്തെ റേഡിയേഷൻ ആക്ടിവിറ്റി, ഇപ്പോഴത്തെ റേഡിയേഷൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡികെ, റേറ്റ് ഓഫ് ഡികെ 64 ടൈംസ് ആണ് മോർ ദാൻ ദ ടോളറബിൾ ലെവൽ. ടോളറബിൾ ലെവലിനെ കഴിഞ്ഞാൽ 64 ടൈംസ് ആണ് ഇപ്പോഴത്തെ എന്ത് റേഡിയോ ആക്ടിവിറ്റി അവിടെ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ വിച്ച് ലാബറട്ടറി ക്യാൻ ബി കൺസിഡേർഡ് ഫോർ യൂസ്? അപ്പൊ ഇപ്പൊ അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പൊ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനും കൂടുതൽ റേഡിയേഷൻ ലെവൽ ഉണ്ട്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴത്തെ റേഡിയേഷൻ ലെവൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആക്ടിവിറ്റി നോക്കൂ കുട്ടികളെ, ഇപ്പോഴത്തെ ആക്ടിവിറ്റി 64 ടൈം കൂടുതലാണ്. ഓക്കെ, ഇപ്പോഴത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ A0 ആണ് കേട്ടോ. T=0 ആക്ടിവിറ്റി. ഓക്കെ, A0 എന്ന് പറയുന്നത് 64 A ആണ്. A എന്ന് പറഞ്ഞാൽ ടോളറബിൾ ലെവലാണെന്ന് വിചാരിച്ചു. വാട്ട് ഈസ് ചിൽഡ്രൻ? A എന്ന് പറയുന്നത് എന്താണ്? ടോളറബിൾ ആക്ടിവിറ്റി. A0 എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആക്ടിവിറ്റി T=0. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ലബോറട്ടറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ അതിന്റെ ആക്ടിവിറ്റി A0 ആണ്. അത് ടോളറബിൾ ലെവൽ A ആണെങ്കിൽ A കഴിഞ്ഞു 64 ടൈംസ് കൂടുതലാണ്. ഇനിയും വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. T തന്നിട്ടുണ്ട്. T എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? T½ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും T½ എഴുതുന്നില്ല. ക്യാപിറ്റൽ ലെറ്റർ T കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ് കുട്ടികളെ? ഹാഫ് ലൈഫ് പീരീഡ് ആണെന്ന്. അത് 18 ഡേയ്സ് എങ്ങാണ്ട് തന്നിട്ടുണ്ട്. ഡേയ്സ് കുഴപ്പമില്ല. നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഈസ് ദ ടൈം? നമ്മൾ എന്ത് ചെയ്യുക? ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ എഴുതുക, അത്രേ വേണ്ടൂ. A ഈസ് ഈക്വൽ ടു A0 e to the power minus lambda t. A ഈസ് ഈക്വൽ ടു EA0 e to the power minus lambda t. നമുക്ക് എയും A0 സെപ്പറേറ്റ് അറിയില്ലെങ്കിലും നമുക്കറിയാം ഇപ്പോഴത്തെ ആക്ടിവിറ്റി T=0 ആക്ടിവിറ്റി ടോളറബിൾ ആക്ടിവിറ്റിയെ കഴിഞ്ഞാൽ 64 ടൈംസ് കൂടുതലാണ്.
അപ്പൊ ഈ A0ക്ക് എന്ത് കൊടുക്കുക? A0ക്ക് 64A കൊടുക്കുക. എന്നിട്ട് എയും എയും വെട്ടിക്കളഞ്ഞിട്ട് 64നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 64 ഈസ് ഈക്വൽ ടു e ടു ദ പവർ മൈനസ് ലാംഡ ടി എന്ന് കിട്ടി. 1 ഡിവൈഡ് ബൈ 64 എന്ന് പറഞ്ഞാൽ എത്രയാണ് കുട്ടികളെ? 64 എന്ന് പറഞ്ഞാൽ 16 അല്ല 8 8 64 ഇല്ലേ? 8 8 64. 8 എന്ന് പറഞ്ഞാൽ 2 ടു പവർ 3 ആണ്. അപ്പൊ 2 ടു പവർ 3 ഇൻറ്റു 2 ടു പവർ 3 2 ടു പവർ 6 ആണ് 64 എന്ന് പറയുന്നത്. അപ്പൊ മുകളിലോട്ട് പോകുമ്പോൾ 2 ടു ദ പവർ മൈനസ് 6 എന്നായി. മുകളിലോട്ട് പോകുമ്പോൾ ഈസ് ഈക്വൽ ടു e ടു ദ പവർ മൈനസ് ലാംഡ ടി ആണല്ലോ കുട്ടികളെ. ഇനി രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 2 ടു ദ പവർ 6 ഈസ് ഈക്വൽ ടു e ടു ദ പവർ ലാംഡ ടി. റെസിപ്രോക്കേറ്റ് ചെയ്യുക ഇത്. രണ്ട് സൈഡും റെസിപ്രോക്കേറ്റ് ചെയ്യാമല്ലോ. ഇനി നിങ്ങൾ നോക്കൂ എന്ത് ചെയ്യുക. ഇത് ഞാൻ ഒന്ന് മായ്ച്ചു കളയുകയാണ്. നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമ്മൾ ലോഗ് രണ്ട് സൈഡിലും എടുക്കുക. ഈ സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലാംഡ ടി എന്ന് കിട്ടി. ലാംഡ ടി ഈസ് ഈക്വൽ ടു ഇവിടെ ലോഗ് എടുക്കുമ്പോൾ 6 ലോഗ് 2 എന്ന് കിട്ടി. 6 ലോഗ് 2 6 ലോഗ് 2 6 ലോഗ് 2. ഇനി നിങ്ങൾ നോക്കൂ, നമുക്ക് ലാംഡനെ ln2 ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 6 ln2. എന്നിട്ട് ഈ ln2 രണ്ടിടത്തു നിന്നും വെട്ടിക്കളയാം. ടി ഈസ് ഈക്വൽ ടു 6t എന്ന് കിട്ടി. ടി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 18 18 ഈക്വൽ ടു എത്ര കിട്ടി? ഇത് നമുക്ക് 60 48 108 എന്ന് കിട്ടി. 108 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ലാബറട്ടറിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും 108 ഡേയ്സ് കഴിയുമ്പോൾ. 108 ഡേയ്സ് കഴിയുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി ഏതിലേക്ക് മാറും? നോർമൽ സിറ്റുവേഷനിലേക്ക് മാറും. ഇനി ഇത്ര കഷ്ടപ്പെടണം ഈ പ്രോബ്ലം ചെയ്യാൻ? ഇതൊക്കെ ഇത്ര കഷ്ടപ്പെടാതെ ഈ പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലേ ഹാൻഡി ആയിട്ട് ഇക്വേഷൻ ഓർത്തിരിക്കുന്നതെന്ന്. n ബൈ n0 ഈസ് ഈക്വൽ ടു 2 ടു ദ പവർ n. ഓർമ്മയുണ്ടോ? n ബൈ n0 ഈസ് ഈക്വൽ ടു ആലോചിച്ച് നോക്കൂ. അതിന്റെ ബ്യൂട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്ര നിങ്ങൾ കഷ്ടപ്പെടണ്ട. നിങ്ങൾ എക്സ്പോണന്റുമായിട്ട് എടുത്ത് പിന്നെ ലോഗ് ചെയ്ത് ഇതൊന്നും ചെയ്യാതെ ഞാൻ ചെയ്ത് കാണിക്കാം. ലുക്ക്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n ബൈ n0 എന്ന് പറഞ്ഞാൽ a ബൈ a0. ഹിയർ യു ഹാവ് ടു ഡു a ആക്ടിവിറ്റി a ബൈ a0 ഈസ് ഈക്വൽ ടു, ലുക്ക് ഹിയർ ചിൽഡ്രൻ, a ബൈ a0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ? 1 ഡിവൈഡഡ് ബൈ 2 ടു ദ പവർ n. n നമുക്ക് കണ്ടുപിടിക്കാം. a ബൈ a0 എത്രയാ? a0 64 ടൈംസ് a ആണ്. അപ്പൊ ഇത് 1 ഡിവൈഡ് ബൈ 64 ആണ്. 1 ഡിവൈഡ് ബൈ 64 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ടു പവർ n. 1 ബൈ 64 എന്നുള്ളത് 1 ഡിവൈഡഡ് ബൈ 2 ടു പവർ 8 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ടു പവർ n. ഇതിൽ നിന്ന് നിങ്ങൾക്ക് n ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? n എന്ന് പറഞ്ഞാൽ t ബൈ ടി അല്ലേ? ടി ഹാഫ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 അല്ലല്ലോ. സോറി, ഐ ഡിഡ് സംതിങ് റോങ്. ഇത് 2 ടു പവർ 6 ആണ് കേട്ടോ, അല്ലേ? 2 ടു പവർ 6 അല്ലേ? 2 ടു പവർ 6. അപ്പൊ n ഈസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടി. അങ്ങനെ ടി ബൈ ടി ഈസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടി. നമുക്ക് ടി ആണ് വേണ്ടത്. എത്ര കാലം കഴിഞ്ഞ് കയറാം? ടി ഈസ് ഈക്വൽ ടു 6t. 6t. ഇനി ടി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ടി എത്രയാണ് കുട്ടികളെ? 18 അല്ലേ? ടി ഈസ് ഈക്വൽ ടു 108. ഏതാ എളുപ്പം നോക്ക്. അവസാനം നമ്മൾ വന്ന ഒരേ സ്റ്റെപ്പല്ലേ നോക്കൂ നിങ്ങൾ. ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ നിങ്ങൾ രണ്ട് രീതിയിൽ വന്നാലും ടി ഈസ് ഈക്വൽ ടു 6t എന്നാ ഇവിടെയും കിട്ടിയത്. നോക്കൂ, ഈ പെയിന്റ് അടിച്ച സ്ഥലം നോക്കൂ, ഈ പെയിന്റ് അടിച്ച സ്ഥലം നോക്കൂ. ടി ഈസ് ഈക്വൽ ടു 6t. ഇവിടെ പെയിന്റ് അടിച്ച സ്ഥലം നോക്കൂ, ടി ഈസ് ഈക്വൽ ടു 6t. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഒരേ യൂസ് ആണ്. ദേ ആർ നോട്ട് ഡിഫറെന്റ്. പക്ഷെ ഇത് ഇപ്പൊ ഈ ചെയ്തതാണ് ഒന്നുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് കുറച്ച് എക്സ്പോണൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് മോർ മാത്തമാറ്റിക്കൽ. ആക്ച്വൽ വേ ഓഫ് ഡൂയിങ് ഇതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് എവിടെ പ്രോബ്ലം? എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, a ബൈ a0 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ടു n എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഹാൻഡിയാണ്. വളരെ എളുപ്പത്തിൽ ആൻസറിൽ എത്താൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്ത കുട്ടികളെ സ്പീഡ് വല്ലതും കൂടി പോകുന്നുണ്ടോ? ആർ യു ഓക്കെ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്പീഡിൽ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ആശയം. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം പറ്റുമെങ്കിൽ ഒരു പ്രോബ്ലം കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? Therefore I am going that way. Are you okay with? ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഇതെന്താണ് പറയുന്നത് നോക്കിയേ. ഇനി റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ തോറിയം ഡീക്കേസ് ടു പ്ലംബം. പ്ലംബം എന്ന് പറഞ്ഞാൽ ലെഡ്. n alpha n beta are the number of alpha and beta particle
emitted in the process. Which of the following is true? ഇതും അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണ്. 2018 ചോദിച്ച അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വെരി ഗുഡ്. മെനി പീപ്പിൾ ആർ ടെല്ലിംഗ് ക്ലിയർ. യെസ്. എന്താ ഞാൻ പറഞ്ഞേ? തോറിയം എഴുതുക, ബാലൻസ് ചെയ്യുക അല്ലേ? നമുക്ക് തോറിയത്തിന്റെ ഇക്വേഷൻ ആദ്യമേ എഴുതാം. തോറിയം എത്രയാണ് കുട്ടികളെ? അതാണ് പേരന്റ് ന്യൂക്ലിയസ് കേട്ടോ. 9232. ഇത് എന്താവുന്നു? ഒരു ഡോട്ടർ ആവുന്നു. ഡോട്ടർ ഏതാണ് നോക്കൂ. ഇത് പേരന്റ്, ഇത് ഡോട്ടർ ഇല്ലേ? പ്ലംബം പി ബി ലെഡ് എത്രയാണ്? 82. പിന്നെയോ 212. അത് എത്ര ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തു? എൻ ആൽഫ എന്നാ പറഞ്ഞത്. എൻ ആൽഫ. ആൽഫനെ എങ്ങനെ എഴുതണം? ഹീലിയത്തിന്റെ ന്യൂക്ലിയസ് ആണ് ആൽഫ അല്ലേ? പിന്നെ എത്ര ബീറ്റ പാർട്ടിക്കിളിനെ അത് എമിറ്റ് ചെയ്തത്? എൻ ബീറ്റ പാർട്ടിക്കിൾ. എൻ ബി. ബീറ്റ പാർട്ടിക്കിളിനെ എങ്ങനെ എഴുതുക? ബീറ്റ എന്ന് പറഞ്ഞ പോസിറ്റീവ്. ബീറ്റ പോസിറ്റീവ് ഉണ്ട്, ബീറ്റ നെഗറ്റീവ് ഉണ്ട്. വെറുതെ ബീറ്റ എന്നാ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് ഇലക്ട്രോണുകളാണ് കേട്ടോ. ബീറ്റ നെഗറ്റീവ് ആണ്. ബീറ്റ -10. ഇതാണ് ഇക്വേഷൻ. ഇത് എഴുതാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളത് ആർക്കും ചെയ്യാൻ പറ്റും. എ സി. വാട്ട് ഈസ് എ സി? ഗോപിക എന്താണ് ഈ എ സി? എ ആൻഡ് സി ആൻസർ പറഞ്ഞല്ലേ? വെരി ഗുഡ്. ഇനി നോക്കൂ, ബാലൻസ് ചെയ്യുക. 232 ഈസ് ഈക്വൽ ടു 212 അല്ലേ? ശരിയല്ലേ? 212 പ്ലസ് 4n ആൽഫ പ്ലസ് 0 അല്ലേ വരുന്നത്? കാരണം നോക്കി, എൻ ബീറ്റ ഇൻറ്റു 0 ആണ്. അപ്പൊ ഈ 0 ഞാൻ എഴുതി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഐ എം ജസ്റ്റ് റബ്ബിങ് ഇറ്റ് ഔട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എൻ ആൽഫ എത്ര കിട്ടി കുട്ടികളെ? 332 20/4 എന്ന് കിട്ടി. 5 ആൽഫ പാർട്ടിക്കിളിനെ ഇത് എമിറ്റ് ചെയ്തു. ഇനി ബീറ്റ എത്ര എമിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ബീറ്റ എത്ര എമിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിന്റെ ബോട്ടം 90 ഇത് കണ്ടോ? ഈ ബോട്ടം ഇക്വേറ്റ് ചെയ്യുക. ബോട്ടം എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. what is that? 82 is equal to 82 അല്ല 90 is equal to 82 plus 2n alpha plus അല്ല minus n beta. n alpha നമുക്ക് കിട്ടിയതാണേ. സി ഈ n alpha നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടി. അപ്പൊ 82 പ്ലസ് 10 92. അപ്പൊ n beta എത്ര കിട്ടി? n beta is equal to 92 മൈനസ് ഈ 90 അങ്ങോട്ട് പോകുമ്പോൾ 90 ഡിവൈഡഡ് ബൈ ദാറ്റ്സ് ഓൾ. 92 മൈനസ് 90 എന്ന് വന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ 2 ബീറ്റ പാർട്ടിക്കിളും 5 ആൽഫ പാർട്ടിക്കിളുമാണ് എമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ? ഇത് അഡ്വാൻസിന്റെ പ്രോബ്ലം ആയിരുന്നു. അഡ്വാൻസ് നോക്കൂ. JEE അഡ്വാൻസ് 2018. അപ്പൊ അഡ്വാൻസിന്റെ പ്രോബ്ലം വളരെ ഡിഫിക്കൽട്ട് ഒന്നും അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആരും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. A nucleus A with a finite de Broglie wavelength lambda A undergoes spontaneous fission into two nucleus B and C of equal mass. B flies in the same direction as that of A, while C flies in the opposite direction with velocity equal to half that of B. The de Broglie wavelength of lambda B, lambda C of B and C respectively. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് നോക്കൂ. ഒരു പാർട്ടിക്കിൾ വിത്ത് ഫൈനൈറ്റ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി മൂവിങ് അല്ലെങ്കിൽ അതിന്റെ ഡി ബ്രോയി വേവ് ലെങ്ത് ഫൈനൈറ്റ് ആയിരിക്കും, അല്ല ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, നോക്കൂ നിങ്ങൾ. ഇത് എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഇത് വേറൊരു പാർട്ടിക്കിൾ, ഇത് വേറൊരു പാർട്ടിക്കിൾ. ഇത് എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ്. ലുക്ക്, എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ, അതിനൊരു സം വെലോസിറ്റി ഉണ്ട്, V0 എന്ന് ഞാൻ വിളിക്കുന്നു. ഇനി ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? എയുടെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി V ആയിക്കോട്ടെ. സി എന്ന് പറയുന്ന പാർട്ടിക്കിൾ, ഇതാണ് സി, ഈ ബിയുടെ പകുതി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, അർത്ഥം പറഞ്ഞാൽ B/2. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഞാൻ എങ്ങനെ ഈ വെലോസിറ്റി കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എ എന്ന് പറയുന്നത്
ബിയും സിയുമായിട്ട് സ്പ്ലിറ്റ് ആയെന്നല്ലേ പറയുന്നത്. അപ്പൊ എയുടെ മാസ് ഞാൻ 2m എടുക്കുന്നു, സിയുടെ മാസ് m എടുക്കുന്നു, ബിയുടെ മാസും m എടുക്കുന്നു. കാരണം എന്താണ്? ദേ ഫ്ലൈസ് ഇൻ സെയിം ഡയറക്ഷൻ. 2 ന്യൂക്ലിയർ ബി ആൻഡ് സി ഓഫ് ഈക്വൽ മാസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, എല്ലാ ഇൻഫർമേഷനും ഇവിടെയുണ്ട്. ബിക്കും സിക്കും ഈക്വൽ മാസ് ആണെന്നൊക്കെ ഉണ്ട്. ഇനി മൊമെന്റം കൺസർവേഷൻ ഞാൻ അപ്ലൈ ചെയ്ത് ഈ വിയും v0യും തമ്മിൽ എന്താണ് ബന്ധം എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 2m v0 നോക്കൂട്ടില്ല, ഇതിന്റെ മൊമെന്റം നോക്കൂ. എക്സ് ആക്സിലെ മൊമെന്റം, എക്സ് ആക്സിലെ മൊമെന്റം ഉള്ളൂ. ഇറ്റ്സ് എ വൺ ഡയമെൻഷണൽ പ്രോബ്ലം. 2m v0 ഈസ് ഈക്വൽ ടു എം വി മൈനസ്, കാരണം ഇതിന്റെ മൊമെന്റം ഓപ്പോസിറ്റ് ആണ്. ഈ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ എനിത്തിങ് ഇൻ ദിസ് ഡയറക്ഷൻ വിൽ ബി നെഗറ്റീവ്. Therefore 2m v0 ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? mv മൈനസ് mv ബൈ 2. v ബൈ 2 എന്താ വരുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സിയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിയുടെ പകുതിയാണെന്ന്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. വി ഈസ് ഈക്വൽ ടു, ഓക്കെ, വി എത്ര കിട്ടി കുട്ടികളെ? വി ഈസ് ഈക്വൽ ടു, ഈ എം വെട്ടിക്കളയാം നമുക്ക്. എന്നിട്ട് ഇത് വി മൈനസ് വി ബൈ ടു, വി ബൈ ടു ആണ്. വി ബൈ ടു ഈസ് ഈക്വൽ ടു v0. Therefore v ഈസ് ഈക്വൽ ടു 4v0 എന്ന് കിട്ടി. വി ഈസ് ഈക്വൽ ടു 4v0. ശരിയല്ലേ? നോക്കിയേ, വി ഈസ് ഈക്വൽ ടു 4v0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നോക്കൂ, എയുടെ വേവ് ലെങ്ത് ഞാൻ എഴുതാൻ പോവുക. ഇതിന്റെ വേവ് ലെങ്ത് എങ്ങനെയാ എഴുതുക? അതിന്റെ വേവ് ലെങ്ത് നോക്കൂ. അതിന്റെ വേവ് ലെങ്ത് ലാംഡ ഓഫ് എ എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. പി എന്ന് പറഞ്ഞാൽ 2m v0 ആണ്. അതിന്റെ മാസ് 2m ആണ് കേട്ടോ. ഇതിന്റെ മാസ് 2m v0 അതിന്റെ വെലോസിറ്റി. അപ്പൊ ലാംഡ ഓഫ് എ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ 2m v0. 2m ആണ് അതിന്റെ മാസ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയും ലാംഡ ഓഫ് ബി എഴുതാൻ പോവുകയാണ്. ലാംഡ ഓഫ് ബി എങ്ങനെ എഴുതുക? എച്ച് ഡിവൈഡ് ബൈ അതിന്റെ മൊമെന്റം. ഇതിന്റെ മൊമെന്റം എത്രയാണ്? ബിയുടെ മൊമെന്റം m ഇൻറ്റു വി, m ഇൻറ്റു വി. പക്ഷെ ഈ വി നെ v0 ടൈമിൽ എഴുതുക. 4v0 എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡിവൈഡഡ് ബൈ 4m v0 എന്ന് എഴുതാം. അത് ലാംഡ ബൈ 2 അല്ലേ? ആലോചിച്ചു നോക്കി. കാരണം എച്ച് ഡിവൈഡ് ബൈ 2m v0 എന്ന് പറഞ്ഞാൽ ലാംഡ എ ആണ്. ലാംഡ എ ആണ്. എച്ച് ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കൂ, എച്ച് ഡിവൈഡ് ബൈ 2m v0, ഇത് 4m v0 ആണ്. 4. അപ്പൊ ഈ ക്വാണ്ടിറ്റിയുടെ പകുതിയാണ് ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ബി ലാംഡ എ ബൈ 2 ആണ്. ഇനിയും ലാംഡ സി ഞാൻ എഴുതാൻ പോവുകയാണ്. എങ്ങനെയാ ലാംഡ സി എടുക്കുക? എച്ച് ഡിവൈഡഡ് ബൈ എം വി എന്നുള്ളത് വി ബൈ 2, എം വി ബൈ 2. വി ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? വി എന്ന് പറയുന്നത് 4v0 ആണ്. അപ്പൊ വി ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ഡിവൈഡഡ് ബൈ 2m v0. 2m v0. വി ബൈ 2ന് 4v0 കൊടുത്തതാ. വിക്ക് 4v0 കൊടുക്കുകയാണ് 2m v0. ദിസ് ഈസ് നത്തിങ് ബട്ട് ലാംഡ എ അല്ലേ കുട്ടികളെ? ലാംഡ എ. അപ്പോ ലാംഡ ബി എന്ന് പറയുന്നത് എത്രയാണ് നോക്കൂ. ലാംഡ ബി എന്ന് പറയുന്നത് ലാംഡ എ ബൈ 2ഉം ലാംഡ എ ബൈ 2ഉം ലാംഡ സി എന്ന് പറയുന്നത് ലാംഡ എയുമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആൻസർ ഡി ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ചെയ്തു നോക്കൂ. മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്ത് വെലോസിറ്റികൾ തമ്മിലുള്ള റിലേഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. വെലോസിറ്റികൾ തമ്മിൽ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്തു. വെലോസിറ്റികൾ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്നുള്ള ഇക്വേഷൻ 3നും അപ്ലൈ ചെയ്തു. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി അപ്ലൈഡ് ഫോർ 3 ഓഫ് ദം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇൻ റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ ദ ഇനീഷ്യൽ ന്യൂക്ലിയസ് തോറിയമാണ്. അറ്റ് എൻഡ് 6 ആൽഫ പാർട്ടിക്കിൾ 4 ബീറ്റ പാർട്ടിക്കിൾ. ദെൻ എക്സ് ഇസഡ് ഫോം ചെയ്തു. എ എത്ര, ഇസഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കൂ, നമ്മുടെ പേരന്റ് ന്യൂക്ലിയസിനെ ഞാൻ എഴുതാൻ പോവുകയാണ്. ഇത് നിങ്ങൾ തന്നെ ശ്രമിക്കൂ കുട്ടികളെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണിത്. അപ്പൊ പേരന്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് തോറിയം TH9232 ആണ്. അതൊരു ഡോട്ടർ ന്യൂക്ലിയസ് ആവുന്നു എക്സ്. അതിന്റെ അറ്റോമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയുമാണ്. അത് എത്ര 6 ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. He2+ 6 എണ്ണം. പിന്നെ 4 ബീറ്റ പാർട്ടിക്കിൾ, ബീറ്റ -1 0. പോസിട്രോൺ ആണെങ്കിൽ പോസിട്രോൺ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വെറും ബീറ്റ പാർട്ടിക്കിൾ എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ബീറ്റ നെഗറ്റ് മൈനസ് പാർട്ടിക്കിൾ. ഇനി നിങ്ങൾ ഇത് ബാലൻസ് ചെയ്താൽ മതി കുട്ടികളെ. ജസ്റ്റ് ബാലൻസ് ചെയ്യൂ. 232 ഈസ് ഈക്വൽ ടു എ പ്ലസ് 6 4 24. എങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ടോപ്പുകളെല്ലാം ബാലൻസ് ചെയ്യുക. ടോപ്പ് 6 4 24, 24 പ്ലസ് 0. അങ്ങനെ നമുക്ക് എ എത്ര കിട്ടി? എ എന്ന് പറയുന്നത് 232 24 കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200
8 കിട്ടിയില്ലേ? 208. അപ്പൊ എ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞേ? ബോട്ടം ബാലൻസ് ചെയ്യൂ. ബോട്ടം ബാലൻസ് ചെയ്യൂ. ഞാൻ ഗ്രീൻ പെയിന്റ് അടിച്ചിരിക്കുന്ന സാധനം നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. നോക്കൂ, ബോട്ടം എത്രയാ? 90. ലെറ്റ് മീ യൂസ് അനദർ കളർ. 90 ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 6 2 12 മൈനസ് 4 1 4. അപ്പൊ 8 ഇല്ലേ? അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ഇസഡ് ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ്? 8. അപ്പൊ 82 കിട്ടിയില്ലേ? 82. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു ദാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രോബ്ലത്തിലും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ എയും ഇസഡും ചോദിക്കും, ചിലപ്പം നമ്പർ ഓഫ് ആൽഫ പാർട്ടികൾ എത്ര, നമ്പർ ഓഫ് ബീറ്റ പാർട്ടികൾ എത്ര എന്ന് ചോദിക്കും. ബേസിക്കലി ഇക്വേഷൻ 2 ഉള്ളൂ. ടോപ്പ് ബാലൻസ് ചെയ്യുക, ബോട്ടം ബാലൻസ് ചെയ്യുക. 2 എണ്ണത്തിനെ സോൾവ് ചെയ്യാൻ 2 ഇക്വേഷൻ ധാരാളം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോപിക is doing well. Not only Gopika, there are many people who is doing. Liana is doing. ലിയാനയാണോ? ലിയാന. ഓക്കെ ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം അല്ലേ? ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവിടെ നോക്കൂ കുട്ടികളെ, വാട്ട് ഈസ് ദാറ്റ്? എ സാമ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എ ദാറ്റ് ഹാസ് ആക്ടിവിറ്റി 10 millicuri has twice the number of nuclei as another sample of different radioactive nucleus B which has activity 20. 2 എണ്ണത്തിന്റെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ രണ്ടാമത്തെ ഇരട്ടിയാണെന്നും പറയുന്നുണ്ട്. The correct choice for half-life of A and B would be then respectively. ഇവിടെ നിങ്ങൾക്കറിയാം ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ലാംഡ എൻ ആണ് കുട്ടികളെ, ലാംഡ എൻ. അപ്പോൾ A1/A2 എന്ന് പറയുന്നത് ലാംഡ 1/λ2 ഇൻറ്റു N1/N2. വേറൊരു കാര്യം കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് കുട്ടികളെ? നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 2 times നമ്പർ ഓഫ് ബി എന്നും തന്നിട്ടുണ്ട്. വേറെ റിലേഷൻ തന്നിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ എന്താ വേണ്ടത്? കറക്റ്റ് ചോയ്സ്. ടൈം പീരീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ എല്ലാവരും, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ റേഷ്യോ എടുക്കുകയാണ്. എന്താണ്? A1/A2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ലാംഡ 1/λ2 ഇൻറ്റു ഇത് എൻ എഴുതാം കേട്ടോ. എൻ എന്നുള്ളത് 1 എന്ന് എഴുതാം, എൻ ബി എന്നുള്ളത് 2 എന്ന് എഴുതാം. N1/N2. ഇനി ലാംഡ 1/λ2 എന്ന് പറയുന്നത് T2/T1 അല്ലേ? ആലോചിച്ച് നോക്കി, ലാംഡയും ടൈം പീരീഡും തമ്മിൽ ഇൻവേഴ്സ് റേഷ്യോ അല്ലേ? അപ്പൊ A1/A2 ഈസ് ഈക്വൽ ടു ലാംഡ 1/λ2 ന് പകരം T2/T1 എന്ന് എഴുതാം, ഇൻറ്റു N1/N2 ഇല്ലേ? എനിക്ക് T1/T2 അല്ലേ വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് വേണ്ടത് എന്താ? T1/T2 ഈസ് ഈക്വൽ ടു A2/A1 ഇൻറ്റു N1/N2. A2/A1/N1/N2 like that. T1/T2 ഈസ് ഈക്വൽ ടു A2 എത്രയാണെന്ന് നോക്കിയേ, അതിന്റെ ആക്ടിവിറ്റി 20 ആണ്. 20. A1 എത്രയാണ്? ഇതാ A1 10 ആണ്. 10 ഇൻറ്റു N1/N2 എത്രയാ? N1 ഈസ് 2 NP എന്നാ പറഞ്ഞത്. അപ്പൊ N1/N2 എന്ന് പറയുന്നത് N1/N2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/1 ആണ്. N1 ഈസ് 2 N2 എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ കുട്ടികളെ, there is a relation. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിലേഷൻ എന്താ? N1 ഈസ് 2 times N2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ N1/N2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഇത് രണ്ടും വെട്ടിക്കളയാണ്. ഈ റേഷ്യോ എന്താ? T1/T2 എന്ന് പറയുന്നത് 4/1 ആണെന്ന് കിട്ടും. അപ്പൊ ഈ റേഷ്യോയിലുള്ള ഓപ്ഷൻ എടുക്കുക. 4:1 ഏത് റേഷ്യോ, ഏത് ഓപ്ഷനാണ് ഉള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, 20 days and 5 days എന്ന് പറയുന്നത്. അപ്പൊ ആ റേഷ്യോ നോക്കിയിട്ട് നമ്മൾ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ഈസിയാണ്. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019. അടുത്ത ഇതെല്ലാവരും ചെയ്തല്ലോ ഇല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ചെയ്യാൻ തരികയാണ്. ഇതും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. 2018 ചോദിച്ച കേട്ടോ. അതേ കൺസെപ്റ്റാ. സ്ക്രീൻഷോട്ട് എടുത്തു എല്ലാവരും. ഞാൻ ചെയ്യുന്നില്ല. അതേ മെത്തേഡ്, വേറൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ ആൻസർ ഇത് തന്നെ വരും. ഇത് കണ്ടോ, 20 years and 5 years റെസ്പെക്റ്റീവ്ലി. ഞാൻ പറഞ്ഞില്ലേ, ജെയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ജെയ്ക്ക് ഈ ക്വസ്റ്റ്യന്റെ റിപ്പീറ്റേഷൻ ആണ്. നമ്പർ മാറ്റി. ഇവിടെ 5 10 എന്ന് പറഞ്ഞിടത്ത് അവിടെ എത്രയാണ്? 10 20 എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം ഇതേ ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസവും ഇല്ല. നമ്പറുകൾ മാത്രം മാറ്റി തന്നിരിക്കുകയാണ്. ചെയ്യുന്ന മെത്തേഡൊക്കെ അത് തന്നെയാണ്. അടുത്തത് നോക്കാം നമുക്ക്. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് T is equal to 0,
radioactivity of A and B are have equal activities. രണ്ടിൻ്റെ ഈക്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ A0 രണ്ടിനും ഒരുപോലെയാണ്. റേഷ്യോ ഓഫ് RB RA ഓഫ് their activities after the time T itself decays with T as e to the power minus 3T എന്ന് പറഞ്ഞാൽ RB by RA എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, RB by RA എന്ന് പറയുന്നത് e to the power minus 3T എന്ന് തന്നിട്ടുണ്ട്. The half life of A, എയുടെ ഹാഫ് ലൈഫ് എത്രയാ കുട്ടികളെ പറഞ്ഞിട്ടുള്ളത്? എയുടെ ഹാഫ് ലൈഫ് ln2 ആണെന്ന് തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് ഓഫ് ബി എത്ര? ഇവിടെ നോക്കിയേ. അപ്പൊ നമുക്ക് RA എഴുതാം. RA ഈസ് ഈക്വൽ ടു R0 e to the power minus lambda A into T. R0 e to the power minus lambda T എന്നുള്ളത് lambda AT. എന്താ R0 എന്ന് ഞാൻ എഴുതി? R0 ഓഫ് A എന്ന് എഴുതാത്തത് എന്താ? രണ്ടിനും ഈക്വൽ ആക്ടിവിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ബോത്ത് ഓഫ് ദം ഹൗസ് ഈക്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ R0 ഈസ് സെയിം ഫോർ ബോത്ത്. എയ്ക്കും ബിക്കും ഒരേ R0 ആണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതേണ്ടത് എന്താണ്? RB അല്ലേ? ഞാൻ ആദ്യം എഴുതി, ഡസൻ മാറ്റർ. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് RB ഫസ്റ്റ്. RB ആദ്യം എഴുതാം, കാരണം RB by RA അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. RB ഈസ് ഈക്വൽ ടു, നോക്കൂ, R0 e to the power minus lambda എന്നുള്ളത് lambda B into T. ഇനിയും വാട്ട് ഈസ് RA? RAയും അങ്ങനെ R0 എന്ന് തന്നെ എഴുതണം, കാരണം ഇനീഷ്യലി രണ്ടിനും ഒരേ ആക്ടിവിറ്റി ആയിരുന്നു. e to the power minus lambda AT. ഇനി ഇതിന്റെ റേഷ്യോ എടുക്കും കുട്ടികളെ. ഡിവൈഡ് വൺ വിത്ത് ദ അതർ, ടേക്ക് ദ റേഷ്യോ ഓഫ് ദിസ്. അപ്പൊ RA by RB ഇവിടെ e to the power minus 3T എന്ന് തന്നിട്ടുണ്ട്. e to the power minus 3T, അതാണ് RA by RB അല്ല RB by RA. ഇവിടെ എന്ത് കിട്ടും? ഇത് എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടി അറിയാലോ. a to the power m ഡിവൈഡ് ബൈ a to the power n ഈസ് ഈക്വൽ ടു a to the power m മൈനസ് n. അപ്പൊ ഇത് പോസിറ്റീവ് ആവും. അപ്പൊ ലാംഡ A മൈനസ് ലാംഡ B ഇൻറ്റു T എന്ന് വന്നു. ഡിവൈഡ് ചെയ്താ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡിവിഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. എക്സ്പോണൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ടിയും ടി ഇവിടെ ക്യാൻസൽ ചെയ്യാം. ദിസ് ടിയും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് നോക്കിയേ, ലാംഡ ബി ബൈ തിരിച്ചെഴുതുക. ലാംഡ ബി ബൈ ലാംഡ എ എന്ന് പറയുന്നത് 3 ആണെന്ന് അറിയാമല്ലോ. ലാംഡ ബി ബൈ ലാംഡ എ ഈസ് ഈക്വൽ ടു 3. നമുക്കിവിടെ എന്താണ് ഇനി? ലാംഡ അല്ല നമുക്ക് വേണ്ടത് എന്താണ്? ടി ഹാഫ് ആണ്. അപ്പൊ ln2 ഡിവൈഡഡ് ബൈ ടി ഓഫ് ബി മൈനസ് ln2 ബൈ ടി ഓഫ് എ. ടി ഓഫ് എ ln2 ആണെന്ന് തന്നിട്ടുണ്ട്. ln2 ടി ഓഫ് എ ഈസ് ln2 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഞാൻ വെറുതെ എഴുതിയതല്ല. ടൈം പീരീഡ് ഓഫ് എ ഈസ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? ln2 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 3 എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ln2 ഡിവൈഡഡ് ബൈ ടി ബി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ടി ബി ആണ്. ടൈം പീരീഡ് ഓഫ് ബി ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ln2 by 4 എന്ന് കിട്ടി. ln2 by 4. ഹിയർ ഈസ് വേർ ഇസ് ദാറ്റ്? ln2 by 4. നോക്കിക്കേ, ഒന്നുമില്ല. പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്നു. പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എന്നെ കഴിഞ്ഞും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെല്ലാവരും ശ്രദ്ധിക്കൂ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എല്ലാവരും. എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. ഐ വിൽ നോട്ട് സ്പെൻഡ് മച്ച് ടൈം. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം ഞാൻ തരില്ല. ഞാൻ ചെയ്തു തുടങ്ങുമ്പോഴേ നിങ്ങളും ചെയ്തു തുടങ്ങുക. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും അവസാനിപ്പിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എ വിത്ത് ഹാഫ് ലൈഫ് ടി ഡീക്കേസ് ഇൻ ടു ന്യൂക്ലിയസ് ബി. എ ബി ആയി മാറുന്നു. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ദർ ഈസ് നോ ന്യൂക്ലിയസ് ഓഫ് ബി. ഓക്കെ. At some time t, the ratio of number of B to that of A, B to A 0.3, then t is given by. കുട്ടികളെ ഇവിടെ ശ്രദ്ധിക്കൂ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കൂ. റീഡ് ഓൾ ഓഫ് യു ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറുന്നു? ബി ആയിട്ട് മാറുന്നു. തോറിയം പ്രൊട്ടാക്റ്റിനം ആവുന്ന പോലെ, അല്ലെങ്കിൽ യുറേനിയം തോറിയം ആവുന്ന പോലെ. ബി ഇനീഷ്യലി ഇല്ലായിരുന്നു. അപ്പൊ മൊത്തം എ ആയിരുന്നു. N0 ഉണ്ടായിരുന്നു വിചാരിച്ചോ. N0 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്നത് n നമ്പറേ ഉള്ളെന്ന് വിചാരിക്കുക. അപ്പൊ ബി എത്രയുണ്ടാവും? ബി എത്രയായിരിക്കും?
N0 മൈനസ് എൻ, N0 മൈനസ് എൻ. ശരിയല്ലേ? ഒരു രാജ്യത്ത് 100 ജനങ്ങളുണ്ട്, 10 പേര് മരിച്ചുപോയി, ജീവനോടെ ഉള്ളവർ അല്ലെങ്കിൽ 10 പേര് ജീവനോടെ ഉണ്ട്, മരിച്ചവർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മൊത്തം നമ്പറിൽ നിന്ന് ജീവനോടെ ഉള്ളവരെ കുറയ്ക്കും, അങ്ങനെ മരിച്ചവരുടെ നമ്പർ കിട്ടും. അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി ഐ, ബി ആണ് മരിച്ചവർ കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എന്താ? അലൈവ്, അലൈവ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ്. ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഡി കെ ആയവര്, ഡി കെ ആയവര്. എ എന്ന് പറയുന്നത് ഡി കെ ആവാത്തവർ, ഇപ്പോഴും ജീവനോടെ ഉള്ളവർ. ഓക്കെ, അപ്പൊ ഡെഡ് കിട്ടണമെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്ന് അലൈവ് കുറച്ചാൽ പോരെ. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ എന്തിന്റെ റേഷ്യോ ആ തന്നിട്ടുള്ളത് നോക്കൂ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബി ടു എ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബി ടു എ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? N0 മൈനസ് എൻ. നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ്, N0 മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ ആണ്. നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 0.3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഈ അപ്പം നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ N0 ബൈ എൻ എന്ന് പറയുന്നത് എത്ര കിട്ടും കുട്ടികളെ? 1.3 എന്ന് കിട്ടിയില്ലേ? കാരണം n ബൈ n 1 ആണ്, അപ്പുറം പോകുമ്പോൾ 1 ആയി, 1.3 എന്ന് കിട്ടി. ഇനി റെസിപ്രോക്കേറ്റ് ചെയ്യൂ രണ്ട് സൈഡും. n ബൈ N0 ഈസ് ഈക്വൽ ടു 1.3 ടു ദ പവർ മൈനസ് 1 എന്ന് കിട്ടി. രണ്ട് സൈഡും റെസിപ്രോക്കേറ്റ് ചെയ്തു. n ബൈ N0യുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? n ബൈ N0 എന്ന് പറയുന്നത് ഇ ടു ദ പവർ, ഇതാ സി, n ബൈ N0 എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഇ ടു ദ പവർ മൈനസ് ലാംഡ ടി അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം ഇ ടു ദ പവർ മൈനസ് ലാംഡ ടി ഈസ് ഈക്വൽ ടു 1.3 ടു ദ പവർ മൈനസ് 1 എന്നാണ്. രണ്ട് സൈഡും എക്സ്പോണൻഷിയേറ്റ് ചെയ്യൂ നിങ്ങൾ. മൈനസും മൈനസും കളയാം. നിങ്ങൾക്ക് ലാംഡ ടി ഈസ് ഈക്വൽ ടു ln 1.3 എന്ന് കിട്ടിയില്ലേ? ലാംഡ 3 ഈസ് ഈക്വൽ ടു ln 1.3 എന്ന് കിട്ടി. മൈനസ് കളഞ്ഞു കേട്ടോ, എന്നിട്ടാ ചെയ്തത്. എന്നിട്ട് എനിക്ക് ടി ആ വേണ്ടത്. ലാംഡനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡനെ ln 2 ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ln 1.3 എന്ന് എഴുതി. നമുക്ക് സ്മോൾ ലെറ്റർ ടി ആ വേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ ടി അങ്ങോട്ട് എടുത്തു. ln 1.3 ഡിവൈഡഡ് ബൈ ln 2. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. ടി ഇൻറ്റു ലോഗ് 1.3 ഡിവൈഡ് ബൈ ലോഗ് 2. ലോഗ് എന്നല്ല എഴുതേണ്ടത്. ലോഗ് എന്ന് എഴുതിയാൽ ബേസ് 10 എന്നുള്ള മീനിങ് ആയിപ്പോയി. ln എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊക്കെ എന്താണ്? നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. പിന്നെ എന്താണ് ഈ ക്വസ്റ്റ്യനിലൂടെ എല്ലാം പ്രതിഫലിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിറ്റിൽ മാത്തമാറ്റിക്കൽ സ്കിൽ. നിങ്ങൾക്ക് തിയറി അറിയാം, അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കണം. അതിന് മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം. അല്ലാണ്ട് ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ്. കണ്ടോ, 9th ക്വസ്റ്റ്യൻ. എന്താണ് കുട്ടികളെ 9th ക്വസ്റ്റ്യൻ പറയുന്നത്? നോക്കൂ. യൂസിങ് ന്യൂക്ലിയർ കൗണ്ടർ, the counter rate of estimated particle from the radioactive source is measured at t is equal to 0. It was t is equal to 0 കൗണ്ടർ റേറ്റ്. കൗണ്ടർ റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി എത്രയാണത്? അത് ഇവിടെ തന്നിട്ടുണ്ട്, 1600 പെർ സെക്കൻഡ്. at t is equal to 8 സെക്കൻഡ് it was 100. ഈ ടൈമിലുണ്ടല്ലോ കുട്ടികളെ, ഈ പർട്ടിക്കുലർ ടൈമിൽ t is equal to 8ൽ നോക്കൂ, ഏത് ടൈമിലാന്ന് നോക്കൂ. ഈ ടൈമിൽ ഇതായിരുന്നു കൗണ്ടർ റേറ്റ്. ടി ഈസ് ഈക്വൽ ടു 0യിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ കളർ ഉപയോഗിക്കാം. ടി ഈസ് ഈക്വൽ ടു 0യിൽ 1600 ആണെങ്കിൽ നോക്കൂ, ടി ഈസ് ഈക്വൽ ടു 8ൽ 1000 ആണ്, 100 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? നമുക്കിവിടെ നമുക്ക് വേണ്ടത് ടി ഈസ് ഈക്വൽ ടു 6ൽ എത്രമാത്രം കൗണ്ടർ റേറ്റ് ആയിരിക്കും. കൗണ്ടർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡീകേ, 6 തന്നെയാണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ സമയത്തിനെ കുറിച്ച് പറയാം. ടി ഈസ് ഈക്വൽ ടു 0 ടു ടി ഈസ് ഈക്വൽ ടു 8. ടി ഈസ് ഈക്വൽ ടു 0 ടു ടി ഈസ് ഈക്വൽ ടു 8 ഞാൻ എടുക്കുകയാണെങ്കിൽ ആർ ബൈ ആർ 0, എൻ്റെ ഫോർമുല ഇതാണ് കുട്ടികളെ. ആർ ബൈ ആർ 0 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ടു പവർ n. അങ്ങനെ ഞാൻ n കണ്ടുപിടിക്കും. n കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ. ആർ ബൈ ആർ 0 എന്നുള്ളത്, ആർ എത്രയാ? 100. ആർ 0 എത്രയാ? 1600 ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് വേണ്ടത്? 1 ഡിവൈഡഡ് ബൈ 2 ടു ദ പവർ n. ഇങ്ങനെ നമുക്ക് n കിട്ടിയില്ലേ? n ഈസ് ഈക്വൽ ടു 16 അല്ലേ?
16 2 to the power 4 എന്ന് എഴുതാം. n is equal to 4. n is equal to 4. അപ്പൊ t ഹാഫ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ t ഹാഫ് കണ്ടുപിടിക്കുക? t അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ടൈമിൽ നിന്ന് t ഡിവൈഡഡ് ബൈ n ആണ്. ടോട്ടൽ ടൈം എത്രയാണ് കുട്ടികളെ? 8. 0 to 8 എന്നാ പറഞ്ഞത്. 8/4. അങ്ങനെ t is equal to 2 എന്ന് കിട്ടി. പക്ഷെ അത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ. ഇനി വീണ്ടും ഞാൻ ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുക. എവിടുന്ന? t is equal to 0 മുതൽ to t is equal to 6 വരെ അപ്ലൈ ചെയ്യുക. 6 അത് n, അത് എത്രയാണെന്ന് എനിക്കറിയില്ല. n ബൈ n0 എനിക്കറിയാം. 1600 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 to the power n. ഏതെന്നെ എടുക്കണം? ഈ 6ൽ എത്ര നോക്കൂ, 6ൽ എത്ര t ഹാഫ് ഉണ്ട്? n എന്ന് പറയുന്നത് എത്രയാ? 6 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് 3. അല്ലാണ്ട് ഈ n അല്ല ഈ n. നോക്കൂ, ഈ n ഡിഫറൻറ്റ്, ഇവിടെ ഞാൻ എഴുതാൻ പോകുന്ന n ഡിഫറൻ്റ് ആണ്. അപ്പൊ ഇവിടെ 6 ആണുള്ളത്. അതിൽ എത്ര t ഹാഫ് ഉണ്ട്? t ഹാഫ് 2 അല്ലേ? അപ്പൊ 6ൽ എത്ര t ഹാഫ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3. അങ്ങനെ n ഈസ് ഈക്വൽ ടു എത്ര കിട്ടി കുട്ടികളെ? 1600 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. 200 ഈസ് ദ ആൻസർ. ഇപ്പൊ 2 പോർഷൻ ആയിട്ട് നമ്മൾ ചെയ്തു. ആദ്യത്തെ ഇൻഫർമേഷനിൽ നിന്ന് ടി ഹാഫ് കണ്ടുപിടിച്ചു. വീണ്ടും സെക്കൻഡ് ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻഫർമേഷനിൽ നിന്ന് ടി ഹാഫ് കണ്ടുപിടിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഇൻഫർമേഷനിൽ നിന്ന് ടി ഹാഫ് കണ്ടുപിടിച്ചു. ഈ ലൈനിൽ നിന്ന് ടി ഹാഫ് കണ്ടുപിടിച്ചു. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സെക്കൻഡ് പോർഷൻ സെപ്പറേറ്റ് ചെയ്തു. ഇനിയും ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കൂ. 2 radioactive substance X and Y originally have N1 N2 nuclei. അവയുടെ ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിഫറൻ്റ് ആണ്. എത്രയൊക്കെയാണ് ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ? N1ഉം N2ഉമാണ്. ഇനിയും ഹാഫ് ലൈഫ് ഓഫ് എക്സ് ഈസ് ഹാഫ് ലൈഫ് ഓഫ് വൈ. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. നോക്കൂ, ഒരു ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് നോക്കൂ. ടി ഓഫ് എക്സ് ഈസ് ടി ഓഫ് വൈ ഡിവൈഡഡ് ബൈ 2 ആണ്. ഹാഫ് ലൈഫ് ഓഫ് വൈ ആണ്. നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഓൺ ബോത്ത് സൈഡ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി വേറൊരു കാര്യമുണ്ട്. ആഫ്റ്റർ 3 ഹാഫ് ലൈഫ് ഓഫ് വൈ, വൈയുടെ 3 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഓഫ് ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമ്മുടെ ജനറൽ ടൈം എത്രയാ? ജനറൽ ടൈം എന്ന് പറഞ്ഞാൽ 3ty ആണ്. 3t ഹാഫ് ഓഫ് വൈ. ഈ 3ty എന്ന് പറയുന്നത് 3ty എന്ന് പറഞ്ഞാൽ 6tx ആണ്. ശരിയല്ലേ? 3ty എന്ന് പറയുന്നത് 2tx അല്ലേ കുട്ടികളെ? അപ്പൊ 3ty എന്ന് പറയുന്നത് എത്രയാണ്? 6tx ആണ്. അതുകൂടെ മനസ്സിൽ കരുതണം. t is equal to 3ty or 6tx. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവയുടെ രണ്ടിന്റെയും നമ്പർ ഈക്വൽ ആയി. എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ nx ഈസ് ഈക്വൽ ടു ny ആയി. തുടക്കത്തിൽ അവ ഈക്വൽ ആയിരുന്നില്ല. തുടക്കത്തിൽ n1ഉം n2ഉം ആയിരുന്നു. നോക്കൂ, n1ഉം n2ഉം ആയിരുന്നു തുടക്കത്തിൽ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഡിസിൻറ്റിഗ്രേഷൻ രണ്ടിന്റെ ഒരേ റേറ്റിലല്ല, ഏതോ ഒരു സമയം കഴിയുമ്പോൾ അവ വീണ്ടും ഈക്വൽ ആയി. എന്ന് പറഞ്ഞാൽ nx ഈക്വൽ ടു ny ആഫ്റ്റർ വാട്ട് ടൈം? ആഫ്റ്റർ ദ ടൈം t, വിച്ച് ഈസ് ദിസ്, ആഫ്റ്റർ ദ ടൈം t. nx-നെ എങ്ങനെ എഴുതാം? n ഈസ് ഈക്വൽ ടു, ഏത് ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നോക്കൂ. n ഈസ് ഈക്വൽ ടു n0 e to r മൈനസ് ലാംഡ t എന്നുള്ള ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ n0 എന്ന് പറയുന്നത് എന്താണ്? n1. നോക്കൂ, n1 e to the power മൈനസ് ലാംഡ ഓഫ് എക്സ് ഇൻറ്റു ടിക്ക് ഞാൻ എന്തെടുക്കൂ? ടി എന്ന് പറയുന്നത് 3ty ആണ്, അല്ലെങ്കിൽ 6tx ആണ്. ഞാൻ 6tx എന്ന് എഴുതി. 6tx മനസ്സിലായോ? കാരണം ലാംഡ എക്സിന്റെ ഒപ്പം tx വരട്ടെ. ഈസ് ഈക്വൽ ടു n2 e to the power മൈനസ് ലാംഡ y ഇൻറ്റു ടി. ടിക്ക് പകരം ഞാൻ എന്താ എഴുതണം? 3ty എഴുതണം. ഇനി നിങ്ങൾ നോക്കൂ, എനിക്ക് വേണ്ടത് എന്താണെന്ന് നോക്കൂ. അല്ലെങ്കിൽ ഞാൻ എന്താണ് ലാംഡ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ log 2 അല്ലേ കുട്ടികളെ? ലാംഡ ഇൻറ്റു ടി എന്ന് പറയുന്നത്, കാരണം ലാംഡ ഈസ് ഈക്വൽ ടു log 2 ഡിവൈഡ് ബൈ ടി ആണ്. അപ്പൊ ലാംഡ ഇൻറ്റു ടി എന്ന് പറയുന്നത് log 2 ആണ്. അപ്പൊ n1 e to the power മൈനസ് 6ln2 is equal to n2 e to the power minus 3ln2
ടി വൈ ഇൻറ്റു ലാംഡ വൈ എന്ന് പറഞ്ഞാൽ ലോഗ് 2 ആണ്. ഇനിയും ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കൂ. n1 ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ ln 2 ടു ദ പവർ -6 ഈക്വൽ ടു n2 ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ ln 2 ടു ദ പവർ -3. ഇനിയും ഈ ലോഗരിതവും എക്സ്പോണൻസും ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലേ, അവ അൺഡു ചെയ്യില്ലേ? അൺഡു ചെയ്യും. അപ്പൊ n1/n2 എന്ന് പറയുന്നത് എന്താവും? n1/n2 എന്ന് പറയുന്നത് ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 10 ടു ദ പവർ 2 ടു ദ പവർ 6, ഇത് താഴേക്ക് വരും 2 ടു പവർ 3, അങ്ങനെ 2 ടു പവർ 3 എന്ന് വരും, വിച്ച് ഈസ് 8 8:1. കുറച്ച് ഡിഫിക്കൽട്ട് പ്രോബ്ലം ആയിരുന്നു, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യാൻ കുട്ടികളെ. ലുക്ക്, അതെങ്ങനെയാ നോക്കി. ഇതിനൊക്കെ ഞാൻ എളുപ്പത്തിൽ ചെയ്യത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ചെയ്യൂ, പറഞ്ഞുതരാം. അടുത്ത പേജിൽ പറഞ്ഞുതരാം. നമുക്ക് നോക്കൂ, nx എന്ന് പറയുന്നത് നോക്കൂ, nx എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ, n0 അല്ലെങ്കിൽ n1 ഉണ്ടായിരുന്നു 2 ടു ദ പവർ n. ഈ n എന്ന് പറയുന്നത് എത്രയാ? t എന്ന് പറയുന്നത് 6tx അല്ലേ? അപ്പൊ ഈ n എന്ന് പറയുന്നത് എത്രയാ? 6. t ഈസ് ഈക്വൽ ടു 6tx അല്ലേ കുട്ടികളെ? ആലോചിച്ച് നോക്കി. അപ്പൊ nx ഈസ് ഈക്വൽ ടു n0 എന്നുള്ളത് n1 2 ടു പവർ 6. അതുപോലെ nyയോ, ny ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ 2 ടു ദ പവർ, ആ ടി എത്രയാ? 3ty അല്ലേ? 3 ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ ടി വൈയുടെ കഴിഞ്ഞത്? അപ്പൊ n എന്നുള്ളത് 3. ഇനി ക്വസ്റ്റിൽ പറയുന്നുണ്ട് nx ഈസ് ഈക്വൽ ടു ny എന്ന് പറയുന്നുണ്ട്. ns ഈസ് ഈക്വൽ ടു ny, nx ഈക്വൽ ടു ny എന്ന് പറയുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? n1 ഡിവൈഡ് ബൈ 2 ടു പവർ 6 ഈസ് ഈക്വൽ ടു, നോക്കൂ, n2 ഡിവൈഡഡ് ബൈ 2 ടു പവർ 3 എന്ന് പറഞ്ഞാൽ n1 ഡിവൈഡഡ് ബൈ n2 ഈസ് ഈക്വൽ ടു 2 ടു പവർ 6 ഡിവൈഡ് ബൈ 2 ടു പവർ 3 വിച്ച് ഈസ് ഈക്വൽ ടു 8/1. ഇതല്ലേ വളരെ ഈസി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫോർമുല പഠിച്ചു വെക്കണമെന്ന്. ഏത് ഫോർമുല? n ഈസ് ഈക്വൽ ടു n0 2 ടു ദ പവർ n എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ കുട്ടികളെ, അത് കാണാതെ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വെരി ഫാസ്റ്റ്. ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. പക്ഷെ ഇതാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ വിഗർ ഉള്ള ആൻസർ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, 11th ക്വസ്റ്റ്യൻ നോക്കൂ. എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഈസ് അണ്ടർഗോയിങ് ആൽഫ ഡികെ. അറ്റ് എനി ടൈം t1 its activity is a. Another time t2 the activity is a/5. What is the average life for the sample? ആവറേജ് ലൈഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ലാംഡ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ശരിയല്ലേ? ടോ, ആവറേജ് ലൈഫ് ഓർ മീൻ ലൈഫ്, ടോ ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാവുന്നതാണ് 1/λ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം, എന്നിട്ട് ലാംഡയുടെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോ കിട്ടി. ശരിയാണല്ലോ? അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പാലിക്കൂ. ആദ്യം ആക്ടിവിറ്റി എ ആയിരുന്നു അല്ലേ? ലെറ്റ് മീ റൈറ്റ് എ ഈസ് ഈക്വൽ ടു a0 e ടു ദ പവർ മൈനസ് ലാംഡ t1 ടൈമിലെ എ ആയിരുന്നു ആക്ടിവിറ്റി. നോക്കൂ, നിങ്ങൾ കോറിലേഷൻ നോക്കൂ, എ t1 ടൈമിലെ ആക്ടിവിറ്റി. ഇനി അതേ സാധനത്തിന്റെ ആക്ടിവിറ്റി a/5 ആയി, അതേ സാധനമാണ്. അപ്പൊ a0 അത് തന്നെയാണ്. a0 തുടക്കത്തിലുള്ളത് a0 തന്നെ, e ടു ദ പവർ മൈനസ് ലാംഡ t2. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഡിവൈഡ് ബൈ സെക്കൻഡ് ചെയ്യുക. അപ്പോൾ 5 മുകളിലോട്ട് പോകും. 5 ഈസ് ഈക്വൽ ടു a0 പോയി ഡിവൈഡ് ചെയ്യുമ്പോൾ e ടു ദ പവർ ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് കൊണ്ട് എക്സ്പോണൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും, ലാംഡ t2 മൈനസ് t1. മനസ്സിലായോ കുട്ടികളെ? ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. ഇനി രണ്ട് സൈഡും എക്സ്പോണൻഷിയേറ്റ് ചെയ്യുക. അപ്പം ലാംഡ t2 മൈനസ് t1 എന്ന് പറയുന്നത് ln5 എന്ന് വന്നു. ln5 നമുക്ക് ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ ഈസ് ഈക്വൽ ടു ln5 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ലാംഡ കണ്ടുപിടിച്ചു. പക്ഷെ ലാംഡയാണോ ക്വസ്റ്റ്യൻ? അല്ല. എന്താണ് ക്വസ്റ്റ്യൻ? ആവറേജ് ലൈഫ് ആണ് ക്വസ്റ്റ്യൻ. ആവറേജ് ലൈഫും ലാംഡയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഒന്നൊന്നിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ
tau is equal to 1 by lambda ആണ്. That is T2 minus T1 divided by ln5. T2 minus T1 divided by ln5. That's answer. കണ്ടോ എത്ര പെട്ടെന്ന് ആൻസറിൽ എത്തുന്നത് നോക്കൂ. ഇത് 2021 ചോദിച്ചാ കേട്ടോ, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കൂ കുട്ടികളെ. The half-life of AU, Aram, gold, 198 is 2.7 days. Half-life ആണ് തന്നിട്ടുള്ളത്. Half-life തന്നിട്ടുണ്ട്. The activity of 1.5 milligram, 1.5 milligram of Aram, which is gold, if its atomic weight is 198 gram per mole is. എന്നെ അവോഗാഡ്രോ നമ്പറൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആക്ടിവിറ്റിയാണ് വേണ്ടത്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലാംഡ ടൈംസ് എൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. ഇനി ലാംഡ തന്നിട്ടില്ല, എന്നും തന്നിട്ടില്ല, രണ്ടും കണ്ടുപിടിക്കണം. ലാംഡയ്ക്ക് എന്ത് എഴുതാം നമുക്ക്? ലാംഡയ്ക്ക് നോക്കൂ, രണ്ട് സെപ്പറേറ്റ് ഞാൻ കണ്ടുപിടിച്ച് തരാവേ. ലാംഡയ്ക്ക് നമ്മൾ ln2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 0.693, അതാണ് ln2 ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഓക്കെ, പക്ഷെ ടൈം പീരീഡ് തന്നിട്ടുള്ളത് ഏതിലാണ് കുട്ടികളെ? ഈ 2.7 ഡേയ്സ് എന്നാണ്. അപ്പം 2.7 ഇൻറ്റു 24 അവേഴ്സായി 3600 സെക്കൻഡാണ് ഒരു അവർ എന്ന് പറയുന്നത്, അല്ലേ? 3600 സെക്കൻഡ്, 60 ഇൻറ്റു 60, ശരിയാണ്. അപ്പോൾ നമുക്ക് ലാംഡയുടെ പ്രശ്നം ദൂരീകരിച്ചു. ഇനി നമുക്ക് എൻ ആണ് പ്രശ്നം. എൻ, നമ്പർ ഓഫ് ന്യൂക്ലിയൈ എത്രയുണ്ട് കുട്ടികളെ? 6 ഇൻറ്റു 10⁻23 ഉണ്ട്. എത്ര ഗ്രാമിൽ? 198. അപ്പോൾ 1 ഗ്രാമിൽ ഇത്ര ഉണ്ട്. ഞാനിപ്പോൾ എഴുതിയുണ്ടല്ലോ 1 ഗ്രാമിൽ എത്രയുണ്ടെന്ന്. അങ്ങനെ എത്ര ഗ്രാമാണ് നമ്മുടെ കയ്യിൽ? 1.5 മില്ലിഗ്രാം എന്നാണ് പറഞ്ഞത്. 1.5 മില്ലിഗ്രാം, അതിനെ ഗ്രാം ആക്കണം. 1.5 ഇൻറ്റു 10⁻³ അപ്പോൾ ഇത്രയും നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അതെല്ലാം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ബെക്വറയിലായിരിക്കും. എസ് ഐ യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി ബെക്വറയിലാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് യൂണിറ്റിലാണെന്ന് നോക്കൂ. ക്യൂറിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ബെക്വറയിലും ക്യൂറിയും തമ്മിലുള്ള ബന്ധം ഇതാ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം. വെയിറ്റ്. എ ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ ഡു ദാറ്റ്. എ ഈസ് ഈക്വൽ ടു ലാംഡയ്ക്ക് ഞാൻ എന്ത് എഴുതുന്നു? 0.693 ഡിവൈഡഡ് ബൈ 2.7 ഇൻറ്റു 24 ഇൻറ്റു 3600. പിന്നെ ലാംഡയ്ക്ക് ഞാൻ എന്ത് എഴുതുന്നു? 6 ഇൻറ്റു 10⁻23, ലാംഡ അല്ല കേട്ടോ, അവോഗാഡ്രോ നമ്പർ, 1.5 ഇൻറ്റു 10⁻³ പിന്നെ താഴെ ഒരു 198. പക്ഷെ ഇത് ബി ക്യൂയിലാണ്, ബെക്വറയിലാണ് ഉള്ളത്. ഒരു ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 ഇൻറ്റു 10⁻10 ബെക്വറയിലാണ് കുട്ടികളെ ഒരു ക്യൂറി എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കൂ. ഈ ഇക്വേഷൻ, ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3.7 ഇൻറ്റു 10⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ബെക്വറയിൽ മാറി എന്തായി? ബെക്വറയിൽ മാറി ക്യൂറി. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് 357 ക്യൂറി എന്ന് കിട്ടും. 357. ബാക്കിയുള്ള എല്ലാം മിയർ കാൽക്കുലേഷൻ ആണ്. ദാറ്റ് യു ക്യാൻ ഡു യുവർ സെൽഫ്. മിയർ കാൽക്കുലേഷൻ ആണ്. ആദ്യമേ ലാംഡ കണ്ടുപിടിക്കലും എൻ കണ്ടുപിടിക്കലുമാണ് പണി. അപ്പം നമുക്ക് SI യൂണിറ്റിൽ കിട്ടും. SI യൂണിറ്റ് എന്താണ്? ബെക്വറയിലാണ്. ബെക്വറയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ്, 1 ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് ബെക്വറയിൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രാക്ടിക്കൽ യൂണിറ്റ് ക്യൂറിയാണ്. ഒരു ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 ഇൻറ്റു 10⁻10 ബെക്വറയിലാണ്. എന്ന് പറഞ്ഞാൽ 3.7 ഇൻറ്റു 10⁻10 ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് നടന്നാൽ അതിനെ ഒരു ക്യൂറി എന്ന് പറയുന്നു. ദിസ് ഈസ് മോർ പ്രാക്ടിക്കൽ യൂണിറ്റ് ദാൻ ബെക്വറയിൽ, ദോ ബെക്വറയിൽ ഈസ് SI യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. 13th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ 30% of decay and 67% of decay if half life of the substance is 20 minutes. ഇത് നോക്കാണ്ട് പറയാൻ പറ്റും. കാരണം 33 നിന്ന് 67 ആകണമെന്ന് പറഞ്ഞാൽ ഡബിൾ ആയെന്ന അർത്ഥം. ഡി കെ ഡബിൾ ആകണമെങ്കിൽ ഡി കെ ഡബിൾ ആവണം.
എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് തന്നെ കഴിയണം. 20 മിനിറ്റ്സ് എന്ന് കിട്ടും ആൻസർ. പക്ഷെ ഞാൻ ചെയ്ത് കാണിക്കാം. 30 DK മീൻസ് എത്ര അലൈവാണ് കുട്ടികളെ? 30% ജനങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പേര് ജീവനോടെയുണ്ട്? 67% ജീവനോടെ ഇല്ലേ? അപ്പൊ നമ്മൾ ഈ ജീവനോടെ ഉള്ള ഇക്വേഷൻ ആണ് ഇത്. n0 e⁻ lambda t. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടു ഫൈൻഡ് ഔട്ട് പീപ്പിൾ അലൈവ്. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ 30% ഡെഡ് എന്നാ പറഞ്ഞത്. അപ്പം 30% ഡെഡ് ആണെങ്കിൽ 67% അലൈവ് ആയിരിക്കും. 0.67 ഈസ് ഈക്വൽ ടു n0 e⁻ lambda t1 എന്ന് എഴുതി. അതിന് t1 ടൈം എടുത്തു എന്ന് വിചാരിക്കുക. ഇനിയും പറഞ്ഞിട്ടുള്ളത് 37% ഡെഡ് ആണ്. അപ്പൊ എത്രയാ അലൈവ്? n എന്ന് പറയുന്നത് എത്രയാ? 0.33 ആണ്. ഈസ് ഈക്വൽ ടു n0 e⁻ lambda t2 എന്ന് എഴുതി. ഇനി ഇത് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 67 ഡിവൈഡ് ബൈ 33 നിയർലി 2 ആണ്. നിയർലി 2 ഈസ് ഈക്വൽ ടു e⁻ എന്താണ് കുട്ടികളെ? ലാംഡ t2 മൈനസ് t1. ലാംഡ t2 മൈനസ് t1 ആണ് നമുക്ക് വേണ്ടത്. ടൈം ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണെങ്കിൽ ലാംഡ t2 മൈനസ് t1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. 2 ഇല്ലേ? 2 അല്ല, ലോഗ് 2. കാരണം നമ്മൾ ലോഗ് എഴുതാൻ രണ്ട് സൈഡിലും എടുത്തല്ലോ. ഇനി ലാംഡേനെ ln2 ഡിവൈഡഡ് ബൈ t എന്ന് എഴുതാം. t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു ln2. അങ്ങനെ ln2 രണ്ട് സൈഡിൽ നിന്ന് വെട്ടിക്കളയാം. t2 മൈനസ് t1 എന്ന് പറയുന്നത് എത്ര കിട്ടി? t2 മൈനസ് t1, ആ ടൈം ഗ്യാപ്പ് t എന്ന് കിട്ടി. വിച്ച് ഈസ് ദ ഹാഫ് ലൈഫ് പീരീഡ് 20. therefore t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു 20 മിനിറ്റ്സ് എന്ന് കിട്ടി. ഇങ്ങനെ നീട്ടി വലിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 33% 67% ആകണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിയാവണമെന്നാണ് അർത്ഥം. അതിന് അല്ലെങ്കിൽ പോപ്പുലേഷൻ പകുതി ആവണമെന്നാണ് അർത്ഥം. ഇപ്പോൾ ഉള്ള പോപ്പുലേഷന്റെ പകുതി ആവണമെന്നാണ് അർത്ഥം. പകുതി ആവാൻ t½ ആണ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കൂ. The nuclear activity of radioactive element becomes 1/8 of its initial value in 30 years. The half life എത്ര? ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ചതാണ്. ഇത് കണ്ടോ, n/n0 നമ്മുടെ മാസ്റ്റർ ഫോർമുല ഇതാണ്. ഞാൻ പറഞ്ഞു വളരെ ഹാൻഡി ആയിട്ടുള്ള ഫോർമുലയാണ്, എല്ലാവരും പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞ ഫോർമുല. നോക്കൂ, n/n0 1/8 എന്ന് പറയുന്നുണ്ട്. 1/8 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2n. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ റിലേഷനിൽ നിന്ന് n ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അങ്ങനെ t എന്ന് പറയുന്നത് എന്താ? ടോട്ടലിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇല്ലേ? അപ്പൊ t ഈസ് ഈക്വൽ ടു ടോട്ടൽ 30 ആണ്. ഇത് 3 ആണ്. അങ്ങനെ ടൈം പീരീഡ് അല്ല, ഹാഫ് ലൈഫ് പീരീഡ് 10 ഇയേഴ്സ് എന്ന് കിട്ടി. 10 ഇയേഴ്സ്, അത്രേ ഉള്ളൂ സംഭവം. 10 ഇയേഴ്സ്. ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ശ്രദ്ധിക്കുക. എന്ത് ഗ്രാഫാണ് തന്നിട്ടുള്ളത് നോക്കൂ എല്ലാവരും. ഗ്രാഫ് എന്താണ് തന്നിട്ടുള്ളത്? ശ്രദ്ധിച്ചിരിക്കൂ, ആരും പോകരുത്. ഇനി 3 ക്വസ്റ്റ്യനൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ. ഓക്കെ, പെട്ടെന്ന് കഴിയും കുട്ടികളെ. ഇവിടെ നോക്കൂ. ആക്ടിവിറ്റീസ് ഓഫ് ദ 3 റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ABC ആർ റെപ്രസെന്റഡ് ബൈ കർവ് ABC ഇൻ ദ ഫിഗർ. ദെൻ their ഹാഫ് ലൈഫ് t½ of A, t½ of B, t½ of C എത്ര? ഈ ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടും? ഇത് എന്ത് ഗ്രാഫാണെന്ന് നോക്കൂ നിങ്ങൾ. ln_r വേഴ്സസ് t ആണ്. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ln_r വേഴ്സസ് t എന്ന് പറഞ്ഞാൽ ഇതാ ആറിന്റെ ഇക്വേഷൻ ഇതാണ്. r ഈസ് ഈക്വൽ ടു r0 e⁻ lambda t ആണ്. അപ്പൊ ln_r ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് ലാംഡ ടി പ്ലസ് ln_r0 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ സ്ലോപ്പ് എന്തിനെ തരും? വാട്ട് ഡസ് ദ സ്ലോപ്പ് ഗിവ് യു? സ്ലോപ്പ് ഗിവ്സ് യു മൈനസ് ലാംഡ. സ്ലോപ്പ് ഗിവ്സ് യു മൈനസ് ലാംഡ ഇല്ലേ? അല്ലെങ്കിൽ ലാംഡ ഈസ് മൈനസ് ഓഫ് ദ സ്ലോപ്പ്. യു ലെറ്റ് us write like that. ലാംഡ ഈസ് വാട്ട്? മൈനസ് ഓഫ് സ്ലോപ്പ്. ലാംഡ ഈസ് മൈനസ് ഓഫ് സ്ലോപ്പ്. ലാംഡ എന്ന് പറയുന്നത് ln2 ഡിവൈഡഡ് ബൈ t ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് സ്ലോപ്പ്. അപ്പോൾ ടിയുടെ റേഷ്യോ t ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു മൈനസ് ഓഫ് സ്ലോപ്പ് ആണ്. അപ്പൊ ടിയുടെ റേഷ്യോ ഞാൻ എടുക്കാൻ പോവുകയാണ്. t ഓഫ് A ഈസ് ടു t ഓഫ് B, അതാണ് എനിക്ക് വേണ്ടത്. ഈസ് ടു t ഓഫ് C. വേണമെങ്കിൽ A വന്നപ്പോഴത്തെ സ്ലോപ്പിന്റെ ഇൻവേഴ്സ് എടുക്കണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്.
ഈ സ്ലോപ്പ് ഓൾറെഡി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആകും കുട്ടികളെ. ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? ഞാൻ ഈ ഒരെണ്ണത്തിന്റെ കാണിച്ചു തരാം. സ്ലോപ്പ് ഓഫ് എ, വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് എ ചിൽഡ്രൻ? നോക്കൂ, ഓപ്പോസിറ്റ് അത് എത്രയാ? 6 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എത്രയാണ്? 10 ഇല്ലേ? പക്ഷെ ഈ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ഈ ആംഗിളിന്റെ ടാൻ ആണ് എടുക്കേണ്ടത്. ടാൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ആംഗിൾ തീറ്റ, അത് ഒബ്സ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ടാൻ ഓഫ് ദിസ് ഇന്നർ ആംഗിൾ എടുത്തിട്ട് മൈനസ് ഇടും. അത്ര നമ്മൾ ചെയ്യാറുള്ളത്. ടാൻ ഓഫ് ദ ഇന്നർ ആംഗിൾ എടുക്കുമ്പോൾ 6/10 എന്നാ വരുന്നത്. ബട്ട് യു മസ്റ്റ് നോ, ടാൻ ഓഫ് ഈ ഔട്ടർ ആംഗിൾ ആണ് എടുക്കേണ്ടത്. പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എടുക്കേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അല്ലാണ്ട് ഈ ഇന്നർ ആംഗിൾ എടുത്തിട്ട് അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് മൈനസ് സൈനോട് ഇടണം. അപ്പൊ ഇവിടെ ഓൾറെഡി സ്ലോപ്പിന്റെ മൈനസ് ഉണ്ട്. ആ മൈനസ് കൂടി ഇത് പോകുമ്പോൾ ഇത് എത്ര കിട്ടും? മൈനസ് പ്ലസ് 10/6. അതിന്റെ റെസിപ്രോക്കൽ എഴുതി ഈസ് 2. പിന്നെ എന്താ രണ്ടാമത്തെ സ്ലോപ്പും പോസിറ്റീവ്, മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആയിരിക്കും. 5/6 എന്ന് കിട്ടി. 5/6 മൂന്നാമത്തെ സ്ലോപ്പിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ. മൂന്നാമത്തെ ഇതാണ് സാധനം. അതിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 5/2. ശരിയാണോ? യെസ്, സോറി 5 യെസ് കറക്റ്റ്. ഇനി ഇതിനെ നമുക്ക് 6 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10:5:15 എന്ന് വന്നു. അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1:3 എന്ന് വരും. 2:1:3. ദാറ്റ്സ് ഓൾ. അത്രേ സംഭവമുള്ളൂ. സി ഈസ് ദ ആൻസർ. 2:1:3. എൻ്റെ ഒപ്പം എന്നെ കഴിഞ്ഞ് മുമ്പിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം കുട്ടികളെ. ഈ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ലൈവിൽ ചെയ്തു തന്നിട്ടുള്ളതാണ്. ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചില്ലേ? അപ്പോൾ ഒക്കെ ഞാൻ ചെയ്തു തന്നിട്ടുള്ളതാണ്. പല കുട്ടികൾക്കും, സൈലത്തിലെ കുട്ടികൾക്കെല്ലാം അറിയായിരിക്കും ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16th problem. Two radioactive material A and B have decay constant 10 lambda respectively. Initially they have same number of nuclei. That's very important information. Initially they have same number of nuclei. Okay. Then ratio of the number of nuclei A to B will be 1/E after the time. അപ്പോൾ Na A to B എന്ന് പറഞ്ഞത് Na is equal to N0 e to the power മൈനസ് ലാംഡ. ലാംഡ എന്നുള്ളത് എത്ര ഇടണം? 10 ലാംഡ മൈനസ് 10 ലാംഡ ടി മൈനസ് 10 ലാംഡ ടി. E0 എന്നേ എഴുതാവുള്ളൂ, കാരണം ഇനീഷ്യലി ദേ ഹാവ് സെയിം ന്യൂക്ലിയർ എന്ന് പറയുന്നുണ്ട്. NB ഈസ് ഈക്വൽ ടു എത്രയാ? അതും N0 e to the power മൈനസ് അതിൻ്റെ ലാംഡയാണ്. അപ്പം ലാംഡ ടി. നമുക്ക് Na/NB ചെയ്യാം. Na/NB ഈസ് ഈക്വൽ ടു N0 പോയി e to the power ഇത് മൈനസ് വാട്ട് ഈസ് ദാറ്റ്? മൈനസ് 9 ലാംഡ ടി എന്ന് വന്നു. മൈനസ് 9 ലാംഡ ടി ഡിവൈഡ് ചെയ്താണ്. Na/NB എന്താണ്? 1/E ആണ് എന്ന് പറഞ്ഞാൽ e to power മൈനസ് 1 എന്ന് പറയുന്നുണ്ട്. e to power മൈനസ് 1 ഈസ് ഈക്വൽ ടു e to power മൈനസ് 9 ലാംഡ ടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല 9 ലാംഡ ടി എന്ന് പറയുന്നത്, സോറി യെസ് 9 ലാംഡ ടി എന്ന് പറയുന്നത് 1 ആണ്. ടി എന്ന് പറയുന്നത് 1/9 ലാംഡയാണ്. 1/9 ലാംഡ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വേറെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ 1/E അല്ല, ഇവിടെ 1/E ആണ് ചോദിച്ചത്. വേറൊരു വർഷം 1/E² ആകാൻ എത്ര ടൈം എടുക്കുമെന്നാണ്. ഈ 1/E സ്ഥാനത്തുണ്ടല്ലോ, 1/E സ്ഥാനത്ത് 1/E² ആവാൻ എത്ര ടൈം എടുക്കും? അത് ചെയ്യാൻ എളുപ്പമല്ലേ? ദാറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. നോക്കൂ അടുത്ത പ്രോബ്ലം എല്ലാവരും നോക്കൂ. ഇവിടെ ഇതെല്ലാവരും ചെയ്തല്ലോ ഇല്ലേ? ഇത് കണ്ടോ, ഇവിടെ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യൻ ആണ്. 2 വർഷം ചോദിച്ചതാ. 1/E² ആവാൻ എത്ര ടൈം എടുക്കും? 1/E². അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇവിടെ സ്ക്വയർ വരും ഇല്ലേ? ബാക്കിയുള്ളത് ഒക്കെ നോക്കിയേ. ഇവിടെ 5 ലാംഡ എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. 10 ലാംഡയല്ല, 5 ലാംഡയൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ ചെയ്യുക. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളുക. ടേക്ക് സ്ക്രീൻഷോട്ട്, ഓൾ ഓഫ് യു. സ്ക്രീൻഷോട്ട് എടുത്തോളൂ കുട്ടികളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരും പോകരുത്. അത് കഴിഞ്ഞ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വെയിറ്റ്. ഇൻ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, fraction of active material remaining after the time T is 9/16. The fraction that was remaining after T/2. Tയിൽ ഇത്രയാണ് ഫ്രാക്ഷൻ, T/2ൽ എത്രയാണ്? എന്താണ് കുട്ടികളെ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ? N/N0 is equal to ഇല്ലേ e to the power മൈനസ് ലാംഡ ടി. ടി ടൈമിലെ ഫ്രാക്ഷൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ടൈമിലെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് നോക്കൂ. 9/16 ഈസ് ഈക്വൽ ടു e to the power മൈനസ് ലാംഡ ടി. ഇനി അടുത്ത ഫ്രാക്ഷൻ നമുക്കറിയില്ല. അതിനെ ഞാൻ എഫ് എന്ന് വിളിക്കുന്നു. എഫ് അത്
- ലാംഡ ടി ബൈ 2. അത് ഏത് ടൈമിലാ? t/2. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? e⁻ ലാംഡ ടി ഓൾ ടു ദ പവർ ഹാഫ് എന്ന് എഴുതിക്കൂടെ? ഒന്ന് ആലോചിച്ചു നോക്കി. എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അങ്ങനെ എഴുതിക്കൂടെ? അപ്പം കാരണം ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കൂ, e⁻ ലാംഡ ടി എത്രയാണെന്ന് എൻ്റെ ഉണ്ട്? ഇതാ 9/16 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി എന്നാ അതിന്റെ അർത്ഥം. f is equal to what? 9/16ന്റെ എന്തെടുക്കുക? സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാ? 3/4 എന്ന് കിട്ടും ആൻസർ. 3/4. ഇതൊന്നും ഡിഫിക്കൽട്ട് പ്രോബ്ലം അല്ല, 2020 ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി ഉദ്ദേശിച്ചത്ര പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് 9:30 ആയിട്ടേ ഉള്ളൂ. എല്ലാവരും സിൻസിയർ ആയിട്ട് പഠിക്കുക, വേറെ മാർഗമില്ല. ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ ഉള്ളൂ, 32 ദിവസം എങ്ങനെ ഉള്ളൂ നിങ്ങളുടെ ജെഇക്ക്. ജെഇ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടെ മുന്നോട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ദിവസം കിട്ടും. അതുകൊണ്ട് സിൻസിയർ ആയിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചു നല്ല രീതിയിൽ പഠിക്കുക. സി യു. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.